ബോസ് സീസൺ 6 അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷക ലക്ഷങ്ങൾ അഭിപ്രായങ്ങൾ തുടരുന്നു. ബിഗ് ബോസ് സീസൺ 6 കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് സീസൺ 6? നല്ല കുഴപ്പമില്ല. പിന്നെ ഈ ജാസ്മിന് അത്ര പോരാ. ജാസ്മിനും ഗബ്രിയും അവര് കോമ്പിനേഷൻ ആണ്. പക്ഷെ അവര് തമ്മിൽ നല്ല കോമ്പിനേഷൻ ആണ്. പക്ഷെ കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം എല്ലാരും അവരെല്ലാം. പിന്നെ അയാള് സംസാരിച്ചില്ല. പിന്നെ ജാസ്മിന് ബാക്കിൽ നിന്ന് പോയി വീണ്ടും സംസാരിക്കുന്നു. അവര് മറ്റേ ഈ ഇതിനകത്ത് നിന്നിട്ടുള്ള ആക്ഷൻ ഇവര് തമ്മിലുള്ള ഒരു ഇത് അത്ര പോരാ. അവര് തമ്മിൽ അവര് നമ്മളെ കബളിപ്പിക്കുകയാണോ ശരിക്കും? അത് തന്നെ നമ്മള് തന്നെ അവര് കബളിപ്പിക്കുന്നത് തോന്നുന്നു. അങ്ങനെയൊന്നല്ല. ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമുണ്ട്, അതുപോലെ അയാൾക്കും തിരിച്ചുണ്ട്. പക്ഷെ പരസ്പരം അവര് പറയുന്നില്ല. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിലെല്ലാരും നല്ല കളിക്കുന്നുണ്ട്, എല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മില് അവരുടെ മനസ്സിൽ അവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ട്. പക്ഷെ അവര് പറയുന്നില്ല. പറയാതെ അവര് മറ്റുള്ളവരുടെ മനസ്സിൽ ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരിത് അവര് തീർക്കുകയാണ്. അവര് ഭാഷയൊക്കെ സംസാരമൊക്കെ വളരെ മോശമാണ്. അവര് അവിടെ കളിക്കുന്ന എല്ലാവരുടെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടികൂടാനും തല്ലുകൂടാനും പരസ്പരം പാര വെക്കുന്ന സ്വഭാവമാണ് എല്ലാവർക്കും. പാര വെക്കുന്ന ആരും ഇപ്പം ആരെങ്കിലും ഒരാൾ സംസാരിച്ചാലും അതിനെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതില്ല. ഒരാൾ ഒന്ന് പറഞ്ഞാൽ അടുത്ത ആൾ 4, അങ്ങനെയൊക്കെയാണ് സംസാരങ്ങൾ വരുന്നത്. നമുക്ക് അറിയത്തില്ല കൂടുതലായി. പക്ഷേ പിന്നെ ഇത് അവർ തമ്മിലുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിത് കാണുന്നത് നമ്മളെ പറ്റിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ചില നേരം അവര് സംസാരിക്കുമ്പോ എന്തോ ചിലപ്പോ അകൽച്ചയാണോ എന്നും തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ കളിക്കിടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചായം എറിയുന്ന സമയത്തൊക്കെ ഇവര് എന്തോ ഇതായപ്പോഴത്തേക്കും ജാസ്മിന് ഗബ്രിയോട് സംസാരിക്കാൻ പോയിട്ടും എന്നോട് സംസാരിക്കേണ്ട, എനിക്ക് താല്പര്യമില്ല, നിന്നോട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് മാറി. പക്ഷെ ജാസ്മിൻ അങ്ങോട്ട് ഇങ്ങനെ വീണ്ടും ഒരു പെണ്ണ ഇരുന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരുത്തന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ താങ്ങി പോണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നലെ കണ്ടപ്പം ജാസ്മിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ അയാളുടെ അടുത്ത് മിണ്ടരുത്. നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ അയാൾ നമ്മളിൽ നിന്ന് അകൽച്ച കാണിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ അയാളെ വിട്ട് കളയണം. പക്ഷെ എന്തിനാണ് പോയിട്ട് മറ്റുള്ളവരെ കണ്ട് മോശമായിട്ട് അഭിപ്രായങ്ങൾ മോശമായിട്ട് പറയില്ലേ ആൾക്കാരൊക്കെ? അവര് ഇപ്പം അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ അവരുടെ അച്ഛനമ്മേനെ വഴക്ക് പറയും. എന്തുകൊണ്ടാണ് ഈ കൊച്ചു ഇങ്ങനെ പോകുന്നു, അവന് താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാണ് ഈ കൊച്ചു അവന്റെ കൂടെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ യൂട്യൂബ് ചാനലാണ് അവരൊക്കെ. ജാസ്മിനൊക്കെ യൂട്യൂബറാണ്. പക്ഷെ എന്നിട്ട് അയാളുടെ സ്റ്റാൻഡേർഡ് ഇതിൽ വന്നതിന് ശേഷം തീരെ മോശമാണ്. ആൾക്കാരൊക്കെ വളരെ നെഗറ്റീവായിട്ട് പല അഭിപ്രായങ്ങളും മൊബൈലിൽ തന്നെ പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അത്ര ഇതല്ല. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അത് അത്ര അവരെ കുറിച്ച് എല്ലാവരും മോശമായിട്ടാണല്ലോ പറയുന്നത്, സംസാരിക്കുന്നു. പക്ഷെ അത് വേണ്ട എന്നാണ് തോന്നുന്നത്. ഈ ജാസ്മിനെ പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ അതിനകത്ത്? പക്ഷെ അങ്ങനെ പുറത്താക്കണ്ട. അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ പുറത്താക്കണ്ട. ജിൻഡോയുമായിട്ട് എപ്പോഴും എന്തെങ്കിലും എപ്പോഴും പ്രശ്നമുണ്ടാകും. അയാളെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അയാൾ ഒറ്റയ്ക്ക് ഈ ഗബ്രീനെ വിട്ട് മാറി ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ അയാളായിരിക്കും വിന്നറായിട്ട് വരുന്നത്. എനിക്ക് നല്ല ഉറപ്പ്. ഒരുപാട് പേര് പിന്നെ ഈ വിഷയം ജാസ്മിന്റെ വിഷയം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾക്ക് അത്രയ്ക്ക് മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് ഗബ്രിയെ വിട്ട് മാറിയാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി വരികയാണെങ്കിൽ അയാളായിരിക്കും വിന്നറായിട്ട് അയാളെ വരത്തുള്ളൂ. അയാൾ കളിക്കുന്നുണ്ട്. പക്ഷെ സംസാരങ്ങളൊക്കെയാണ് എല്ലാം സംസാരിച്ചാലും പുള്ളിക്കാര് അതില് പോയിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ കൊറേ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആശനൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര മോശമായിട്ട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് കുടുംബമായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടില് 8ൽ പഠിക്കുന്ന മോനുണ്ട്. നമ്മളെല്ലാരും ഒരുമിച്ചാണ്. നമ്മള് ചേച്ചിയുടെ മക്കൾ, എൻ്റെ മക്കൾ, ഞങ്ങളൊക്കെ ഇരുന്ന് ഒരുമിച്ചാണ് കളിക്കുന്നത്. ഒരു പ്രോഗ്രാമിൽ പോയി കളിക്കാതിരിക്കുന്ന ആൾക്കാർ തമ്മിൽ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒരുമിച്ച് കിടക്കലും ഇതൊക്കെ വളരെ മോശമാണ്. കാരണം മറ്റുള്ളവർ നമ്മൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ഷോയിലോട്ട് വന്നിട്ട് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഇതിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർ അങ്ങനെയല്ലേ വിലയിരുത്തുള്ളൂ. അവരെ കുറിച്ച് ഒരു മോശം
ഒരു അഭിപ്രായം അവരെ കുറിച്ചുണ്ടോ? അവരുടെ കുടുംബത്തിനെ കുറിച്ച് തന്നെ പറയും. പക്ഷെ ഇത് എത്ര നമ്മുടെ മക്കൾ എത്ര തെറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും ഉറപ്പിച്ച് വിശ്വസിച്ചാലും ഒരു 10 പേര് ആ കൊച്ചിനെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്കും അവർക്ക് വിഷമമുണ്ടാകും. കാണാറുണ്ട്. സീസൺ 6നെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒട്ടും കൊള്ളത്തില്ല. എന്താ കാര്യം? എന്താ അവരുപയോഗിക്കുന്ന ഭാഷയൊന്നും ഒട്ടും ശരിയില്ല. വേറെ വൃത്തിയായിട്ട രീതിയിലൊക്കെയാണ് സംസാരിക്കണം. പിന്നെ ജാസ്മിനും ഗബ്രീനും ഒട്ടും ഇഷ്ടമല്ല. അവർ കാണിക്കുന്നതൊക്കെ ഇപ്പൊ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണെന്നുള്ള ബോധമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി കൊച്ചു പിള്ളേരൊക്കെ കാണുന്നതാണ്. അപ്പൊ അവർക്കും ആ ഒരു മൈൻഡൊക്കെ വരും. ഇവര് കെട്ടിപ്പിടിക്കുന്നത്, കൈ പിടിക്കുന്നത്. അപ്പൊ അത് ശരിയല്ല അവർ കാണിക്കുന്നത്. തീരെ വൾഗറായിട്ടാണ് ആ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ. ആ അഭിപ്രായം നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ സീസൺ 6ലാണല്ലോ ഇങ്ങനെ ഒരു മാറ്റം വന്നത്. നേരത്തെ ഇത് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ട് ഇങ്ങനെ വരാൻ കാര്യം എന്താണ്? നേരത്തെ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ തമാശക്ക് തമാശ, ഗെയിമിന് ഗെയിം, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സീരിയസ് ആയിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം അവർക്ക് അടി കൂടുന്നതാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ബഹളമാണ് കൂടുതൽ. ബഹളവും ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി ഇവരുടെ വിഷയമാണ് കൂടുതൽ. അപ്പൊ ഇതിൽ ആരെങ്കിലും മാറ്റണോ? അതിനകത്ത് മാറ്റിയ നല്ലോണം പോകും, ഗെയിം നന്നായിട്ട് പോകും എന്ന് വിശ്വസിക്കാം. ഈ അടുത്ത കാലത്ത് ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ കുറേ പേരെ കയറിയല്ലോ. അതിൽ നമ്മുടെ സിബിൻ ഉണ്ടായിരുന്നു. സിബിൻ പുറത്തു പോയി. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് മനഃപൂർവ്വം പുറത്താക്കിയാണ് തോന്നുന്നു. നല്ലൊരു ഗെയിമറായിരുന്നു സിബിൻ. സിബിന് പ്രശ്നം അത് ലാലേട്ടൻ വന്ന് ഓരോന്ന് പറഞ്ഞപ്പോഴാണ് സിബിൻ ഡൗൺ ആയത്. അപ്പൊ സിബിന് കുറച്ച് ദിവസം മാറ്റി നിർത്തിയിട്ട് അവൻ അകത്ത് കയറ്റിയിരുന്നെങ്കിൽ അവൻ നന്നായിട്ട് കളിക്കുമായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള അവരുണ്ടായിരുന്നെങ്കിൽ അവൻ കപ്പ് കൊണ്ടുപോയായിരുന്നു. എന്തിനാണ് അവനെ പുറത്താക്കിയെന്ന് അറിയത്തില്ല. അവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അവൻ പറഞ്ഞിട്ടല്ല പുറത്താക്കിയത്, ബിഗ് ബോസ് പറഞ്ഞ് പുറത്തു. അവനവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് പുറത്തു വരുന്നത് പറഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പൊ ബിഗ് ബോസ് ആണ് അവനെ പുറത്താക്കിയതാണ് തോന്നുന്നത്. അവന്റെ ആഗ്രഹം അല്ലായിരുന്നു. ശരിക്കും എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ നടപടി എടുത്ത് പുറത്താക്കിയത്. അതിനേക്കാളും വലിയ പ്രശ്നം നടത്തിയ ആൾക്കാരുണ്ട്. എന്നിട്ട് അതിന് വലിയ നടപടിയൊന്നും അവരെടുത്തില്ല. ചെറുതായിട്ടൊന്നും അത് കണ്ടോണ്ടുന്ന നമ്മൾ മെയിനായിട്ട് അത് ഞാൻ TV കണ്ടോണ്ടിട്ട് അവൻ കാണിച്ച ആംഗ്യം എന്തിനാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് അവൻ എന്തിനാണ് കാണിച്ചത്. അവൻ ഇങ്ങനെ കൈ വെക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഈ 2 കൈ ഇങ്ങനെ പോകണേ ഞാൻ കണ്ട. ഈ മിഡിൽ ഫിംഗർ വരുന്നത് ഞാൻ കണ്ടില്ല. ബിഗ് ബോസ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിരലിങ്ങനെ ഇങ്ങനെ കാണിച്ചെന്ന് അറിയുന്നത്. അത് വെച്ചിട്ടാണ് നടപടി എടുത്തത്. പക്ഷെ അതിനേക്കാളും ഭയങ്കരമായ ഭാഷ ഉപയോഗിച്ചവർ അതിനകത്തില്ലേ? ഇല്ലടേ, എന്ത് പിന്നെ അവർക്ക് നടപടി എടുക്കാത്ത? ബിഗ് ബോസിൽ പക്ഷപാതം ഉണ്ടോ? ഉണ്ട്, നല്ല പോലെ ഉണ്ട്. തോന്നിയിട്ടു അവര് ബിഗ് ബോസ് കയറുമ്പോ തന്നെ അവർ ഒരാളെ വിന്നറാക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ആർക്കോ വേണ്ടിയിട്ട് ജാസ്മിന് നല്ല പോലെ അവര് ഫേവറേറ്റ്സ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ എന്ത് ചെയ്താലും ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോ ജാസ്മിൻ ഒന്നും പറയുന്നില്ല അവര്. പക്ഷെ ജാസ്മിനെക്കാളും ചെറിയ തെറ്റ് ചെയ്യുന്നവരെ നന്നായിട്ട് നിർത്തി പൊരിക്കുന്നുണ്ട് ലാലേട്ടൻ. അതെന്തിനാണെന്ന് അറിയത്തില്ല. പ്ലാൻ ചെയ്തിട്ടുള്ള ഇത് എന്നാണ് തോന്നുന്നത്, ഗെയിമാണെന്നുള്ളത്. അപ്പൊ അവര് ടാർഗറ്റ് ചെയ്യുന്നവരെ ശരിക്കും ഒന്നും പറയുന്നില്ല. അവര് വലിയ തെറ്റ് ചെയ്താലും അത് ഒരു ചെറിയൊരു വഴക്ക് കൊടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ശിക്ഷ കൊടുത്ത് അത് അവിടെ നിർത്തുന്നു. ബാക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് വലിയ ഇഷ്യൂ ആക്കി അവർക്ക് മഞ്ഞ കാർഡ് കാണിക്കുന്നു, ചുവപ്പ് കാർഡ് കാണിക്കുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. ശരിക്കും ഷോ നിർത്തി വെക്കണം, കൊള്ളത്തില്ല. ആ 9:30 വരെ സീരിയല് വെച്ച് അത് കാണാം. കുറെ പേര് കേസുമായിട്ടൊക്കെ കോടതി പോയിട്ടുണ്ട് ഈ ഷോക്കെതിരെ. കുറെ പേര് നമ്മൾ പല മീഡിയാസിലും കണ്ടു, പത്രങ്ങളിലൊക്കെ വന്നു. കേസ് കൊടുത്ത് ഈ ഷോ നിർത്തി വയ്ക്കണം, കുടുംബസമേതം കാണാൻ കഴിയാത്ത ഷോയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പോയിട്ടുണ്ട്. പക്ഷെ കോടതിയിൽ ഇതിലൊരു നടപടി വന്നിട്ടില്ല. നിർത്തി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു നിർത്തിവെക്കണമെന്നൊരു സമൂഹം ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം നിർത്തിവെക്കണമെന്നോ? സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കാനില്ല ഈ ഷോ കൊണ്ട്. എല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കളിക്കുന്നവരും ഉണ്ട്. പക്ഷേ 2 പേര് കാരണം അവരെയും കൂടെ
ഈ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നല്ല പിന്നെ പ്ലേയേഴ്സ് വേറെ ഉണ്ട്. ജിൻഡോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ തമാശയ്ക്ക് അങ്ങനെ തമാശ കാണിക്കുന്നുണ്ട്, ഗെയിമിൻ്റെ അടുത്ത് ഗെയിം കാണിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ എൻ്റെ ഇതിൽ ഞാൻ ഒരു ജിൻഡോ ഫാനാണ്. എനിക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടം. ജിൻഡോ ഫാൻ? ഓ, ഞാൻ ജിൻഡോ ഫാനാണ്. വേറെ ആരാണ് ഇഷ്ടം? വേറെ ആരും എനിക്ക് ഇഷ്ടമല്ല, ജിൻഡോനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ജാസ്മിൻ ഗബ്രിയും പുറത്താക്കണം, ആക്കണം. അവര് ഒരാളെ പുറത്താക്കണം, രണ്ടുപേരാക്കണമെന്ന് പറയുന്നില്ല. ഒന്നില് ഗബ്രിയാണ് ജാസ്മിനെ കൂടുതലായിട്ട്. പക്ഷെ ഇന്നലത്തെ ഷോ അല്ലേ ഗബ്രി ഒഴിഞ്ഞു മാറി പോകുന്നു. അപ്പൊ ജാസ്മിൻ അങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട്. ഒന്നില് രണ്ടുപേരെ പുറത്താക്കണം, അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കണം. എങ്കിൽ അവരിൽ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഗബ്രി ഉള്ളതുകൊണ്ട് അവരിൽ ഒരുപാട് ഡിപ്പെൻഡ് ആണ്. അപ്പൊ അവർക്ക് അതിന് പറ്റുന്നില്ല. ഗബ്രിനെ ഹേർട്ട് ചെയ്യുന്നൊന്നും അവർക്ക് പറയാനോ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പൊ ഗബ്രി പിണങ്ങുമ്പത്തേനും അവക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഗബ്രി ഒഴിഞ്ഞു മാറി പോയിട്ടും അവള് വീണ്ടും ഗബ്രിയോട് പോകാൻ, അതൊരു പൊതുസമൂഹത്തിന്റെ ഇടയിൽ എന്തിനാണ് ഇവൾ വീണ്ടും ഒരാളെ അവോയ്ഡ് ചെയ്തിട്ട് പോലും കൂടെ നടക്കുന്നു എന്നുള്ള ഒരു ചിന്ത. അവൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഗബ്രിനെ ഇഷ്ടമാണ്, അവൾക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് അവൾ അതിൽ ഓപ്പണായിട്ട് ഗബ്രിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രണയമുള്ള ഒരാള് മാറി മാറി പോകുമ്പോ അവർക്കത് ഹേർട്ടാകുന്നത് കൊണ്ടായിരിക്കും അവൾ വീണ്ടും പുറകെ പോകുന്നത്. ഈ പുറകെ പോകുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകണ്ടേ? പിന്നെ അതിന് പുറകെ വീണ്ടും പോകേണ്ട കാര്യം എന്ത് പറയുന്നു? കാണാറില്ല. കാണുന്ന ഒരു അഭിപ്രായം കണ്ടിട്ടില്ല. ഇഷ്ടമില്ലാത്തതാണോ കാണാൻ? ബിഗ് ബോസ് ഇഷ്ടമല്ല. കുടുംബ കുട്ടികളൊന്നും കുടുംബസമേതം ഇരുന്ന് കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ സീസൺ വരെ നല്ല ഷോ ആയിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. 1 to 5 അഖിൽ മാരാർക്ക് എന്ന് നല്ല ഷോ, നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു. പക്ഷെ ഈ സീസണോടെ അത് പോയി, ഫുള്ളായിട്ട് പോയി. വേറെ കാര്യം, ഈ കഴിഞ്ഞ 1 to 5 അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇത്തവണ 6 വന്നപ്പോൾ ഒട്ടും അറിയപ്പെടാത്ത കുറേ ആൾക്കാർ ആണ് ഇതിനകത്ത് വന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഷോയുടെ ഈ ഒരു ഗതി ഇങ്ങനെ ആയത്. അതുകൊണ്ടൊന്നുമല്ല. ഇപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കഴിഞ്ഞ സീസൺ കണ്ടപ്പോൾ എനിക്കതിൽ മിക്കവരും അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ അവരുടെ ഫാനാവുന്നത്. അത് കണക്ക് ഈ സീസണിലും ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് നമ്മളത് കണ്ടിട്ട് അവരുടെ ഫാനാവുമല്ലോ. പക്ഷെ ഇവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫാനാവാൻ വേണ്ടി അതിലാരും ഇല്ല. പിന്നെ ആകെപ്പാടെ കുറച്ച് ഗെയിമും കുറച്ച് ബുദ്ധിയൊക്കെ വെച്ച് കളിക്കണം എനിക്ക് തോന്നിയത് ജിൻഡോയാണ്. അപ്പം ജിൻഡോ ഒരു ഫാനായിട്ട്, എൻ്റെ ഒരു ഫാനായിട്ട് എനിക്ക് ജിൻഡോ തോന്നുന്നു, അത്രേ ഉള്ളൂ. ജിൻഡോ ഫാനാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. സീസൺ 6നെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ മോശപ്പെട്ട ഒരു സീസണാണ്. എന്താണ് കാര്യം? എന്ത്? ഹെബ്രി ജാസ്മിൻ ഒരു തരികിട പരിപാടിയാണ് അവരവിടെ കാണിക്കുന്നത്. നന്നായിട്ട് കളിക്കുന്നില്ല. അവരെ മാറ്റണോ? അതിന്ന് മാറ്റണമെന്ന് ചോദിച്ചാൽ മാറ്റുന്നതായിരിക്കും നല്ലത്. അവരെ കുറിച്ച് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? എന്താണ് അവരുടെ പോക്ക് ശരിയല്ലാത്തതുകൊണ്ടാ? പോക്ക് ശരിയല്ല. രണ്ടുപേരും എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു അഭിപ്രായവും ഇല്ല. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നു, സംസാര രീതികളും ശരിയല്ല, പ്രവൃത്തികളും ശരിയല്ല. ശരിക്കും അതൊരു ഗെയിമായിട്ട് കണ്ടാൽ പോരെ? അതിനെ ഗെയിമായിട്ട് അവർ കളിക്കുകയാണെങ്കിൽ നമ്മളും ഗെയിമായിട്ട് കാണും. അവർ ഗെയിമായിട്ടല്ല കളിക്കുന്നത്. ഗെയിമായിട്ട് കാണാൻ കഴിയില്ല. ഇല്ല. ഈ നമ്മുടെ അടുത്ത കാലത്ത് ഇതിനകത്ത് വന്ന ഒരു സിബിൻ ഉണ്ടല്ലോ, സിബിൻ നന്നായിട്ട് കളിച്ചു എന്നല്ല എല്ലാവരും പറയുന്നത്. എന്താ പുറത്തു പോകാൻ കാര്യം? അതറിയത്തില്ല, പുറത്തു പോകാൻ എന്താ കാരണമെന്ന് അറിയത്തില്ല. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സിബിൻ ചേട്ടന് കളിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരണം ബിഗ് ബോസിലോട്ട്. നല്ലൊരു കളിക്കുന്ന ഒരു ഗെയിമറാണ് അയാളെ പുറത്താക്കാൻ വേണ്ടി ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ അതിനകത്ത് കളിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ഏകദേശം ആൾക്കാർ കളിച്ചിട്ടുണ്ട് പുറത്തു പോകാൻ വേണ്ടി. എന്താണ് അഭിപ്രായം? സീസൺ 6നെ കുറിച്ചൊരു അഭിപ്രായം പറ. വളരെ നല്ല അഭിപ്രായം അങ്ങനെയൊന്നുമില്ല, പക്ഷെ കൊള്ളാം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. സ്ഥിരമായിട്ട് കാണുന്നതാണോ? ഇപ്പോഴത്തെ ഈ ഷോയെ കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിച്ചത്. ഇപ്പോഴത്തെ ഈ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തോ ഒരുമാതിരിയാണ്. കാരണം കുറേയൊക്കെ ഇങ്ങനെ എന്തോ നമ്മളിങ്ങനെ ഇപ്പോൾ
ഈ ഓഡിയൻസിന്റെ ഇൻഫ്ലുവൻസിലാണല്ലോ ആ ഷോ വർക്ക് ചെയ്യുന്നത് തന്നെ. അതെ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇതിൽ വന്നിട്ട് എന്തോ ഭയങ്കരമായിട്ട് അവര് കുറെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് കാണിക്കുന്ന തന്നെ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന പോലെ സംടൈംസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് അങ്ങനെയാണോ അറിയത്തില്ല. മേ ബി അവരുടെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു അവരുടെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണെങ്കിലും ഇതൊരു വലിയൊരു സമൂഹം കാണുന്ന ഒരു ഷോയാണ്. അപ്പം ആ ഷോയിൽ സമൂഹത്തിന് കൊടുക്കേണ്ട എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ അതിനകത്ത്? അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച കാര്യങ്ങളാണ് അവർ ലൈഫിലെന്തോ അവർ മെസ്സേജായിട്ട് അങ്ങനെ അവരുടെ ലൈഫ് സ്റ്റോറി അവർ പറയുമ്പോൾ അതിലൂടെയാണ് അവരെന്തോ മെസ്സേജ് കൊടുക്കാൻ തോന്നുന്നത്. അല്ലാതെ അവർ കളിക്കുന്ന ഗെയിമിൽ അങ്ങനെ ഒരു മെസ്സേജ് തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരുടെ ഈ കാര്യങ്ങളിങ്ങനെ അവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമ്മുടെ പറയുമ്പോഴത്തേക്ക് മേ ബി അതിലൂടെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടാം. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. അവരിപ്പോൾ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല മീൻസ് എന്നെക്കാട്ടി ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ലൈഫ് ഒരുപാട് അവർ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിലൂടെ അവർക്ക് ഓരോ ലെസൺസ് കാണും. അതിലൂടെ ആയിരിക്കും അവർ മേ ബി ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ നോക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ബിഗ് ബോസ് എടുക്കുന്ന ഗെയിമിലൂടെയോ അങ്ങനെയൊന്നും അവർക്കൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സേജും സമൂഹത്തിന് കൊടുക്കാനില്ല ഈ ഒരു ഷോയിൽ കൂടെ. അങ്ങനെ പൂർണ്ണമായി അങ്ങനെ ഞാൻ പറയാനൊന്നും പറ്റത്തില്ല. കാരണം അങ്ങനെയില്ല. മേ ബി ചിലപ്പോൾ നമുക്കറിയത്തില്ല. അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. അപ്പോൾ അത് ഓരോ രീതിയിൽ അത് എങ്ങനെ ഇതാവുന്നുള്ളത് ഇപ്പോൾ ഞാൻ ആ ഷോ കണ്ട് എനിക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസ് ആയിരിക്കത്തില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ അച്ഛന് കണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരാൾക്ക് കണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അപ്പോൾ മേ ബി മെസ്സേജ് ഉണ്ട് അതിലൂടെ. പക്ഷെ എന്ത് മെസ്സേജാണെന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് പറയാനുള്ള ഇതൊന്നും എനിക്കില്ല. അതെനിക്കറിയത്തില്ല. കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ അത് എനിക്കെങ്ങനെയാണോ അതങ്ങനെ ആയിരിക്കും. കാരണം ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും, അവരുടെ മനസ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് വിലയിരുത്തപ്പെടുക. എങ്കിലും വളരെ ഓപ്പണായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ? കുടുംബസമേതം എന്തുകൊണ്ട് കണ്ടുകൂടെ കാണുമല്ലോ. ഇപ്പൊ ഞാൻ കാണുമ്പോൾ എന്തായാലും അച്ഛനും കാണാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കുടുംബസമേതം കാണാം. അതിൽ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ നോർമലി ഇന്ന് ലൈഫ് ഒരു വീടിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കും അതുപോലെ അടി നടക്കും. അവിടെ അവിടെ കുറേ പേരുണ്ടെന്നേ ഉള്ളൂ. അവിടെ ഇപ്പോൾ മീൻസ് കളിക്കുന്ന ആൾക്കാർ തന്നെ അവർക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ലൈഫ് അവരെങ്ങനെയാണോ ജീവിച്ചു വന്നാൽ അതേ രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. ചിലവർ കൺട്രോൾ ചെയ്ത് നിൽക്കും, ചിലർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ വരുന്നുള്ളത് അത് അവരുടെ ഇതാണ്. ഇതൊക്കെ ഈ പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാണണമെന്നാണ് പറയുന്നത്. അങ്ങനെയില്ല, അത് കാണുന്നതൊക്കെ ആവശ്യമുള്ളവർക്ക് കാണാം. ഇപ്പം കണ്ടില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ മീൻസ് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കാണാൻ. നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എന്ത് കാണണം, നമ്മളത് എങ്ങനെ എടുക്കണം, നമ്മുടെ മൈൻഡ് അതെങ്ങനെയായിരിക്കും അതേ രീതിയിലേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് കാണണോ വേണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ കാണണ്ട. അങ്ങനെ നിർബന്ധിക്കുന്നില്ല. അത് എൻ്റെ ഇതിലിപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഇപ്പം എനിക്കതിപ്പോൾ വലിയ ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മീൻസ് കാണാതിരിക്കാം. എനിക്കിപ്പോൾ അത് ബോറിംഗ് ആയിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ബിഗ് ബോസ് അല്ല വേറെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എനിക്കത് ബോറിംഗ് തോന്നുകയാണെങ്കിൽ ഞാനത് പിന്നെ അത് കാണത്തില്ല. കാരണം എനിക്കത് വലിയൊരു മീൻസ് നമ്മൾ ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും ബിഗ് ബോസ് കാണും. കാരണം അത് പ്രേക്ഷകരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഷോ ആണത്. അപ്പോൾ എല്ലാവരും അത് കാണും. കാണാത്തവരും കാണും, ഇതിനെതിരെ അഭിപ്രായമുള്ളവർ കാണും. ചിലർ ആ ഒരു ഷോയിനെ തന്നെ വെറുക്കുന്നവരും കാണും. ഷോ ഒത്തിരി പേര് വെറുക്കുന്നവരായിട്ട് പല അഭിപ്രായങ്ങളും പറയുന്നവരുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് കമൻസ് ശരിക്കും ആ ഷോയുടെ പോപ്പുലാരിറ്റി കൂട്ടുകയാണോ ചെയ്യുന്നത്? അതെ, ഇല്ല, അതെ, കൂട്ടുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് മീൻസ് ഇപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നവരും കാണും, പോസിറ്റീവായിട്ട് പറയുന്നവരും കാണും. കാരണം നെഗറ്റീവ് പറയുന്ന എല്ലാവരും ചിലപ്പോൾ ഈ പോസിറ്റീവ് പറയുന്നവരിൽ തന്നെ കാണും നെഗറ്റീവ് മനസ്സിലുള്ളവർ. പക്ഷെ അവർ പോസിറ്റീവായിരിക്കും പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അതിപ്പോൾ എന്തായാലും ഇത്രയും സീസണായ സ്ഥിതിക്ക് ഇപ്പോൾ എത്ര നെഗറ്റീവ് പറഞ്ഞാലും ചിലപ്പോൾ ആ ഷോയ്ക്ക് അതൊന്നും ഇതാവണമെന്നില്ല. കാരണം അതിൻ്റെ ഇൻഫ്ലുവൻസും ഒരുപാട് പേര് കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെ അവർക്ക് ഈ സംഭവം ഇത് ഓർഗനൈസ് ചെയ്യുന്നവർക്ക് അറിയാം അതെങ്ങനെയാണ് ജനങ്ങളിലോട്ട് എത്തുന്നതെന്നും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവരവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.
അപ്പോഴത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. മേ ബി ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കാം അവരുടെ ഷോ മുമ്പോട്ട് പോകുന്നതിനുള്ള സ്ട്രെങ്ത് അങ്ങനെ ആയിരിക്കാം. ഐ ഗെസ് അങ്ങനെ ആയിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ. ശരിക്കും ബിഗ് ബോസിലെ സീസൺ 6 ഇഷ്ടപ്പെട്ട കണ്ടൻസ് ആരാണ്? എനിക്ക് അങ്ങനെ ആരെ ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ ഇപ്പോൾ എന്ത് കണ്ടാലും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ചില സമയത്ത് അവർ കാണിക്കുന്ന സ്ട്രാറ്റജി കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ശരിക്കും ആ ഒരു ഷോയിൽ മാറ്റി നിർത്തപ്പെടേണ്ട മത്സരാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ? മാറ്റി നിർത്തപ്പെടേണ്ട കുറേ പേർക്ക് പറയുമല്ലോ എനിക്ക് ഇന്ന ആളെ ഇഷ്ടമല്ല, അയാളെ ഒഴിവാക്കിയാൽ ആ ഷോ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ ഗെയിം പ്ലാനാണ്. കാരണം അവർക്കിപ്പോൾ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒപ്പോണൻറ്റിനെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആ ഗെയിമിൽ നിന്ന് ഇതാക്കാം. അതിൻ്റെ ഇതിലായിരിക്കാം മേ ബി അവരങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഗെയിം സ്ട്രാറ്റജി കാണുമ്പോഴത്തേക്ക് ചോദിക്കും ഇങ്ങനെ എന്താ ഇങ്ങനെ കളിക്കുന്നത്, മീൻസ് നമ്മുടെ മൈൻഡിൽ അങ്ങനെ തോന്നും. കാരണം അതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നമ്മുടെ ഇതിലായിരിക്കത്തില്ല അത് ഇതാവുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ ഒരുമാതിരി പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ തോട്ടുണ്ടാവും. അപ്പം അത് വെച്ച് അങ്ങനെ മാറ്റി നിർത്താം. അതൊക്കെ അവർ പറയും. ഇപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ സംഭവം ഇങ്ങനെ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. അല്ലാതെ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ എല്ലാവരും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവർ നടക്കുന്നത്. അപ്പം പിന്നെ നമ്മളിപ്പോൾ ഇന്നയാള് വേണം ഇന്നയാള് വേണ്ടെന്നുള്ള തീരുമാനം നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് പറയാൻ പറ്റില്ല. അവരാണ് ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നവരാണ് അതൊക്കെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓഡിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓഡിയൻസിന്റെ വോട്ടിലൂടെയാണ് അവർ ഓരോരുത്തർ നിൽക്കുന്നത്. അതൊരു ഇതാണ്. നിലവിൽ ഈ പുതിയ കുറേ പ്ലെയേഴ്സ് അതിനകത്ത് പുതുതായി കടന്നു വന്നു. അതിലടുത്ത കാലത്ത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സിബിൻ പുറത്തുപോയി. അത് ഒരു പ്രത്യേക ഒരു കാരണം കൊണ്ടാണ് പുറത്തു പോയത്. ബിഗ് ബോസ് അയാളെ പുറത്താക്കിയതാണെന്നും പുറത്ത് പോയതെന്നൊക്കെ പറയും. ശരിക്കും എന്താണ് സംഭവിച്ചത്? എൻ്റെ ഒരു ഇതിൽ പുറത്താക്കിയതല്ല. സിബിനത് മീൻസ് സിബിനത് എന്തോ ഗെയിമിലല്ല, ഗെയിം കഴിഞ്ഞ് അവിടെ ലിവിങ് റൂമിൽ ഇരുന്നപ്പോൾ അയാൾ കാണിച്ചത് തെറ്റാണ്. കാരണം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാളുടെ അടുത്ത് കാണിക്കേണ്ടതല്ല അയാൾ കാണിച്ചത്. പക്ഷേ അയാൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിൽ അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞു അങ്ങേരും. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ ഇങ്ങനെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ലാലേട്ടൻ അതിനെ ജഡ്ജ് ചെയ്തപ്പോഴത്തേക്ക് സിബിൻ എന്തോ അത് റോങ് ആയിട്ട് മീൻസ് ലാലേട്ടൻ ജഡ്ജ് ചെയ്തതല്ല, അത് പോസിറ്റീവായിരിക്കും എടുത്തത്. പക്ഷേ ഇങ്ങനെ വാൺ ചെയ്തപ്പോഴത്തേക്കും അത് മീൻസ് അപ്പോൾ ഇനി മുന്നോട്ടുള്ള സിബിന് ഇനി വീക്കെൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ മുന്നോട്ടുള്ള ഡേയ്സിൽ ഇനി സിബിൻ ചെയ്യുന്നതെല്ലാം ഇനി പുറത്തോട്ട് ഓഡിയൻസിൽ അത് ഇങ്ങനെ നെഗറ്റീവായിട്ട് പോകുമോ എന്നുള്ള ഒരു പേടിയും ഫ്രസ്ട്രേഷനും കൊണ്ടായിരിക്കാം മേ ബി സിബിൻ അവിടെ നിൽക്കാൻ പറ്റാത്തതും. അതുകൊണ്ടായിരിക്കാം മേ ബി സിബിൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒഴിവായതായിരിക്കാം. അല്ലാതെ സിബിൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ കണ്ടൻസ് കൂടെ മത്സരിക്കുന്നവർക്കടുത്ത് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ ഇതിലാണ്, എനിക്ക് ആ പഴയ ഒരു ഇതിലോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് സിബിൻ പോയത്. അതാണ് ഞാൻ കണ്ടത്. എൻ്റെ ഇതിൽ പുറത്താക്കിയതല്ല, സിബിൻ സ്വയം ഇതാ മേ ബി ഇപ്പൊ നമുക്ക് സിബിൻ പുറത്ത് വന്നിട്ട് പറഞ്ഞത് എന്നെ പുറത്താക്കിയതെന്ന് അങ്ങനെ കുറെ അഭിമുഖങ്ങളൊക്കെ കാണാനിടയായി. ചിലപ്പോൾ അങ്ങനെ പുറത്താക്കി. കാരണം ഇവരുടെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് ഇവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് അത് അവർക്കേ അറിയാവുള്ളൂ. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ ഈ ഷോ ഓർഗനൈസ് ചെയ്യുന്നവർ അത് എങ്ങനെ ഇതാണ് ഇപ്പോൾ പുറത്താക്കിയതാണോന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ ആ ഷോയിൽ കാണുന്നില്ല, നമുക്ക് കാണുന്നു. അല്ലാതെ അതിൻ്റെ ഇടയിൽ വേറെ പലതും നടക്കാം, അത് നമ്മൾ കാണുന്നില്ല. അപ്പോഴത്തേക്ക് അത് ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലൊക്കെ വിളിച്ചിങ്ങനെ സൈക്കാട്രിസ്റ്റൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് ആ ഒരു സിബിൻ്റെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് സിബിൻ അങ്ങനെ ഇതായതായിരിക്കാമെന്നാണ്. പക്ഷേ ഈ പുറത്താക്കിയതാണെന്നുള്ള സംഭവം എനിക്കറിയത്തില്ല. പുറത്തായതാണോ എനിക്ക്. പക്ഷേ സിബിൻ ആ ഒരു ഫ്രസ്ട്രേഷൻ മീൻസ് അയാളുടെ ലൈഫിൽ എന്തോ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് അയാൾക്ക് പോകാനുള്ള ഒരു പേടി കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനി അയാൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മേ ബി നെഗറ്റീവായിട്ട് പോയാലോ ഒരു പിൻവാങ്ങലായി. അതായിരിക്കും എനിക്കതാണ് തോന്നിയത്. അരോചകം തോന്നുന്നുണ്ട്.
അതിൽ അവര് മാരേജ് ചെയ്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് അവര് ഇതൊക്കെ കിടപ്പ് സീനൊക്കെ എന്തൊക്കെയോ പബ്ലിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. മാരേജിലായിട്ട് തോന്നുന്നു ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയാൻ കഴിയില്ല, പറ്റില്ല. കുട്ടികളായിട്ടൊക്കെ ഇരുന്ന് കാണുന്ന പലരും പറയുന്നുണ്ട് കാര്യം. പിന്നെ അതിൽ അകത്തോട്ട് പോകുന്ന മെന്റലി മനുഷ്യന്റെ സ്വഭാവം മാറ്റുന്ന ഒരു ഇതാണത്. നോർമലായിട്ട് പോകുന്ന ആൾക്കാർക്കായാലും അവിടെ അങ്ങനെ നിന്നേ പറ്റുള്ളൂ പുറത്ത് വരുമ്പോൾ ആൾക്കാർ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ആവശ്യം. ഈ സീസൺ 6 തന്നെ പുറത്ത് പോയ കുറെ ആൾക്കാരുണ്ട്, അവർ പറയുന്നതും ഇത്തരം അഭിപ്രായങ്ങളാണ്. അവിടെ പോകുമ്പോൾ മെന്റലി ആയിട്ട് നമ്മൾ വിചാരിക്കും എന്നുവെച്ചാൽ ഒരു രീതിയിൽ നമ്മൾ അവിടെ വിചാരിച്ച് പോകുന്നു, അതല്ല അതിൻ്റെ അകത്ത് നടക്കുന്നത്. നമ്മൾ മെന്റലി ആൾക്കാർ മാറിപ്പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ നിന്നാലേ അവിടെ നിലനിൽക്കുള്ളൂ. അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ പെട്ടു നിൽക്കണം, എങ്കിലേ നിന്ന് പോകുള്ളൂ. അതിന് എന്താ റേറ്റ് കൂടാൻ വേണ്ടി അതിൻ്റെ അകത്ത് പലരും പല രീതിയിൽ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് അപ്രോച്ചിലൂടെയാണ് കൂടുതൽ റേറ്റിംഗ് ഉണ്ട്. കാരണം അത് കൂടുതൽ സ്പ്രെഡ് ആകാൻ കാരണം കഴിഞ്ഞ സീസണിൽ കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവർ അവിടെ നിലനിൽക്കുമെന്ന് ചിലവരുടെ മനസ്സിലുള്ള ഒരു തോന്നൽ. എന്നാൽ റോബിന്റെ കാര്യത്തിലും കഴിഞ്ഞ സീസൺ അതാണെന്നല്ലോ, കുറച്ച് 2-3 പേര് ബ്ലെസ്സിയുടെ കാര്യത്തിലും ആ ഒരു മുമ്പുള്ള ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ സീസണിൽ കുറച്ച് ഓവറാണ്. മറ്റതിലൊക്കെ അവര് കുറച്ച് മാന്യത പുലർത്തി കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ ഇച്ചിരി ഓവർ. ഇപ്പോഴത്തെ സീസൺ 6 കുറിച്ചാണ് കുറെ കമന്റ്സ് അധികം വന്നത്. ബാഡ് കമന്റ്സുകളാണ് കൂടുതലും ഉണ്ടായത്. ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കൂടുതൽ പറയുന്നത്. പലരും പറയുന്നത് കുടുംബസമേതം കഴിയുന്ന കുട്ടികളും പ്രായമായവരും കാണാൻ കഴിയുന്നില്ല, അവരുടേതായ ലാംഗ്വേജസിൽ ഒരുപാട് ദോഷമുണ്ട്, അത് നമുക്ക് നിയന്ത്രിക്കേണ്ടതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളതിനെ കാണും ടീനേജുകാർക്ക് ഒരു ഒത്തിരി ബാഡ് കമന്റ്സ് വരുന്നുണ്ട് അതിനകത്ത്. കുറേ പേരെ ഒഴിവാക്കിയാൽ പ്രശ്നം തീരുമെന്ന് പറയുന്നവരുണ്ട്. ഇന്ന മത്സരാർത്ഥികൾ അതിനകത്ത് ഒഴിവാക്കിയാൽ അവരാണ് ഇതിനകത്ത് മോശം പെരുമാറ്റം എന്ന് പറയുന്നവരുണ്ട്. അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുണ്ടെങ്കിലേ ഇത് ഇങ്ങനെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുപേരെ അവർ ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് കുറച്ചുപേര് വൈൽഡ് എൻട്രിയിൽ കുറെ പേരെ കയറ്റിയെന്ന് തോന്നുന്നു. വീണ്ടും വൈൽഡ് എൻട്രിയിൽ കയറ്റാനുള്ള പരിപാടി ആയിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പൊ കേരളയിൽ തന്നെ ഒരാളിപ്പോൾ പുറത്ത് വന്നു, ഒരു സിബിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ പുറത്ത് വന്നു. അയാൾ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. എന്താണ് അതിനകത്ത് സത്യം എന്നുള്ളത് അറിയില്ല. വരുന്നവര് പല രീതിയിലും എന്നാലേ ഇത്രയും സീസൺ ഉള്ളതിൽ പറയുന്നത് നമ്മളായിട്ട് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലൊരു മാറ്റം ഉണ്ടാവും. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ റിയലാണ് റിയലാണ്. കുറേ പേരൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട്, റിയലായിട്ട് കാണിക്കുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് പോകാത്തൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എല്ലാം ക്യാമറയിൽ അവർ ഒപ്പിയെടുക്കുന്നുണ്ടോന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചില്ലെങ്കിൽ ഇതിൽ റേറ്റിംഗ് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ്. പിന്നെ കുറെയൊക്കെ ഇതിനകത്ത് നോർമലായിട്ടുള്ള ഇപ്പൊ ഭക്ഷണം വെക്കുന്നത് അവരുടെ സംസാരം വെച്ചാൽ ആരും കാണൂല. ഇതൊക്കെ വെക്കുന്നുണ്ട് നല്ല കുറച്ച് ആഡിയൻസ് കിട്ടുള്ളൂ. ഇതിനകത്ത് പ്രേക്ഷകര് അഭിപ്രായങ്ങൾ കൊണ്ട് പുറത്തു വരുന്നതും ഇത്തരം കമന്റ്സുകൾ വരുന്നതും അതുകൊണ്ടാണല്ലോ. ബോസിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരിപാടി വളരെ മോശം, ഉള്ള നഗ്നമായ സത്യം. കഴിഞ്ഞ വർഷത്തെ ഇതിനേക്കാളും നല്ലൊരു പ്രോഗ്രാം. അപ്പം അതിനകത്ത് എന്തിനാണ് കാണിക്കുന്നത്? നഗ്നമായ സത്യമാണ്. ഒരു പലർക്കും ഒരു അരോചകമായ മാത്രം. പിന്നെ നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരു മറ ആവശ്യമാണ്. ഒരു കുടുംബം. അതെ അതെ അതെ. നമ്മളിപ്പം സിഗരറ്റ് വലിക്കണവരുണ്ട്, മദ്യപിക്കണവർ. മദ്യം നമ്മൾ തലയിൽ ചുവന്നുകൊണ്ട് പോയി വെക്കില്ല, വീട്ടിനകത്ത് കൊണ്ട് കയറ്റിയാലും. അപ്പം എന്ത് ഒരു പ്രോഗ്രാമത്തിനായിരുന്നു അത്. ഒന്നാമത് ഇതെന്ന് പറഞ്ഞാൽ പല വ്യക്തികൾ വരുന്നത് സംഭവം, പല കുടുംബങ്ങൾ കാണുന്നത്. ഇവർക്കും കുടുംബമില്ലേ, ഇവർക്ക് കുടുംബമുള്ളവരാണല്ലോ ഇതിൽ. അപ്പോൾ ഈ പറയണത് എന്താണ് ഏതാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബോധമുണ്ട്? അതിന് ഭാഷയിലൊരു ഇത് കാണിക്കണം, അത് ഒരുപാട് പേര് കാണുന്നതാണെന്നുള്ളൊരു ചിന്ത. മുതിർന്നവരെ തന്നെ എടാ വാടാ പോടാ എന്നാണ്
എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേര് ഈ അതിലുള്ള ഒരു കഥാപാത്രങ്ങളുടെ പേരും എനിക്കറിയില്ല, ആൾക്കാരെ പോലും എനിക്കറിയില്ല. പിന്നെ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമ്മൾ പോയി ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അത്ര ഉണ്ട്. പിന്നെ അവിടെ TV ഓഫ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് പിള്ളേരെ കൂടെ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവർ കാണിക്കണം എന്തിനു കാണിക്കുന്നത് ശുദ്ധ തമ്മാടിത്തന്നെ തന്നെ അതിൽ കാണിക്കണത്. നമ്മൾ വേറെ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബസമേതം കുട്ടികളായിട്ടൊക്കെ ഇരുന്ന് കാണാൻ വളരെ മോശം വെച്ചാൽ വളരെ മോശം. കാണിക്കണം അതിനകത്ത് കാണിക്കണം എന്താണെന്ന് അവർമാർക്കാണ് ബോധമില്ല. പല പിന്നെ ഇതിലെ മത്സരിക്കുന്ന ഈ മത്സരാർത്ഥികളും അവരുടെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് മത്സരിക്കുന്നത്. ആൾക്ക് സംസാരിക്കും തുറന്ന് എന്തിനാണ് ഇതിനേക്കാളും മാർക്കറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ മീൻ കച്ചവടം ചെയ്യണവരടുത്ത് പോയിരുന്നാലും അവർ സാറേ എന്നാണ് നമ്മളൊരു അഭിപ്രായങ്ങൾ പറയും. അവരുടെ അടുത്ത് നമ്മൾ അടി കൂടിയാൽ മാത്രമാണ് അവരിങ്ങോട്ട് അടി കിട്ടുന്നത്. ഇതല്ല, അതിനകത്ത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് അവർ അഭിനയിക്കണല്ലേ? ആയിരിക്കാം. ഗെയിമായിട്ട് കണ്ടാൽ പോരെ. അതിൽ എന്ത് ഗെയിം എന്ന് പറഞ്ഞാൽ എന്തിനാണ് സംഭവം പറഞ്ഞത്? അതിൽ ഇന്നലെ മെലിഞ്ഞാന്നത്തിൽ എന്തോന്ന് ഗെയിം, ഇന്നലെ എന്തോന്ന് ഗെയിമായിരുന്നു? ഇന്നലെ ഗെയിം ഉണ്ടായിരുന്നു. ഇന്നലെയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായിരുന്നു. ഗെയിം കഴിഞ്ഞാൽ പിന്നെ അടി തന്നെ അടുത്തത്. എബ്രയും ജാസ്മിനും തമ്മിലുള്ള അവരുടെ ഭാഷകൾ. അയ്യോ, ആ പെങ്ക് വെച്ചാണ് ഏറ്റവും വലിയ അരിമ്പ് അല്ല എന്ന് ഗബ്രി എന്തിന് ജാസ്മിൻ അതിൻ്റെ ഗുണമായി അതൊന്ന് പറയാം. ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് ഏറ്റവും മാന്യമായുള്ള സംസാരമാണ്. യഥാർത്ഥത്തിൽ മൗനം വിദ്വാനി ഭൂഷണം. കാണാറുണ്ടോ? എങ്ങനെയുണ്ട് സീസൺ 6? നല്ല ഷോ ആണ്. ആരെയാ ഇഷ്ടം ശരിക്കും? റോക്കി, അർജുനെ മാത്രമാണോ ഇഷ്ടമുള്ള? വേറെ ആരെയും ഇഷ്ടമുള്ള ഇല്ല? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സീസൺ 6? നല്ല കളിയാണോ? എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ടോ? ജാസ്മിക്ക് എന്താ പ്രശ്നം? മോഡ അവളെ മാറ്റണം അല്ലേ? വേറെ ആരുണ്ട് അവളെ കൂടെ കളിക്കുന്ന? മോഡ ഗബ്രി പുറത്താക്കണം. രണ്ടുപേരെയും പുറത്താക്കണമെന്നാണ് ശരിക്കും. അവരെന്താ പ്രശ്നമാണ്? കള്ളത്തനം. അത് ഗെയിമല്ലേ? അത് കളിക്കാൻ വന്നതല്ലേ? അവര് കളിക്കാൻ വന്നതല്ല. അപ്പൊ അവരെ പുറത്താക്കണം. കുഴപ്പമില്ലാത്ത രീതിയിൽ കളിയായിരുന്നു. പക്ഷെ പകുതിക്ക് ശേഷം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഓവർ ആക്ടിങ് ഒട്ടും ശരിയാവണില്ല. അത് കുട്ടികൾക്കും ഫാമിലി ആയിട്ടിരുന്ന് ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിരുന്നു ആദ്യം. ഇപ്പൊ അത് വേറൊരു തരത്തിലോട്ട് പോയി. കുടുംബമായി കാണാൻ കഴിയുന്നില്ല. ഫാമിലി എന്റർടൈനർ അല്ല, കാണാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അവരെ പുറത്താക്കിയ ഷോ ശരിയാവോ? ഒരു പരിധിവരെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ട്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ഗെയിം കളിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു രീതിയിൽ പോകുന്നില്ല. ഇവര് രണ്ടുപേരുടെയും പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവ നിലവില് മെയിൻ ആയിട്ട് ഇവര് രണ്ടും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും ആരെയാണ് അതിനകത്ത് പൂർണ്ണമായിട്ട് ഇഷ്ടമുള്ള ആരാണ്? അർജുൻ കുഴപ്പമില്ല. സിജോ കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ പുറത്തു പോയല്ലോ, സിബിൻ. നല്ലൊരു കളിക്കാരനായിരുന്നു കേട്ടോ. നല്ല സത്യസന്ധമായിട്ട് കളിച്ചു വന്ന ഒരാളായിരുന്നു. പക്ഷെ അവന്റെ ഇത് എന്താ പറയാ, തിരിച്ചു കയറുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവൻ പോലും അറിയാണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പുറത്തായത്. പോയിട്ട് തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇന്ന ഈ ഷോയിലേക്ക് വരാൻ പറ്റില്ല എന്ന് അവർ തന്നെയാണ്, ജഡ്ജസ്മാർ തന്നെയാണ് അഭിപ്രായം തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അവ എന്തെങ്കിലും ഇവൻ കപ്പ് അടിക്കുമെന്നായിരിക്കും, കപ്പ് കൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാവും മനഃപൂർവ്വം ഇവര് ഈ ഷോയിന്റെ സംഘാടകർ തന്നെയാണ് അവനെ പുറത്താക്കിയെന്നാണ് തോന്നുന്നത്. നമുക്ക് തോന്നണം, കണ്ട നമുക്ക് പ്രേക്ഷകർ എന്നുള്ള നിലയിൽ തോന്നുന്നു. പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നണം നല്ലൊരു കളിക്കാരനായിരുന്നു. അപ്പൊ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു പ്ലാൻഡ് ആണോ സംഭവം? ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. നല്ല കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. കളിക്കുന്ന അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് കപ്പ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വന്നതില് ഒരു പുതിയൊരു ഊർജം ഉണ്ടായിരുന്നു സിബിന്റെ അല്ലേ? എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. ഇഷ്ടമുള്ള ആരെയാണ് ബിഗ് ബോസിലെ കൂടുതൽ ഇഷ്ടമുള്ള ആരാ? റസ്മിൻ. എന്താ കാര്യം? ചെയ്യുന്നുണ്ട്. നന്നായിട്ട്
പെർഫോം ചെയ്യുന്നുണ്ട്. അബ്ബോസ് സീസൺ 6 കാണാറുണ്ടോ? വല്ലപ്പോഴും കൂടിയേ കാണാം. എങ്ങനെയുണ്ട് 6നെ കുറിച്ചൊരു അഭിപ്രായം പറ. ഇതിനെ കുറിച്ച് ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പഴയതിനൊക്കെ ഇപ്പൊ കണ്ടിട്ടിരിക്കുന്നത് എന്തായാലും അത് കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമുക്ക് നെഗറ്റീവായിട്ട് ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എന്നെ കാണാതെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ലോകം ഫുള്ളും കാണുന്ന ഒരു കുടുംബസമേതം ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ എത്തിക്കൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നു. ആ ഒരു സീന് ഞാൻ കണ്ട്, ആ ഒരു സീൻ എന്തായാലും ആ സീക്രറ്റ് ആണ്. എന്ന് വെച്ചാൽ റൂമിനകത്ത് ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട ഒരു രഹസ്യമാണ്. പക്ഷെ ഇപ്പൊ ലോകം ഫുള്ളും കാണുമ്പോൾ അത് എന്തായാലും ഒരു ഫാമിലിയായിട്ട് ഒരിക്കലും കാണാൻ പറ്റൂല. കുടുംബസമേതം ഫാമിലി എന്റർടൈനർ അല്ല എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും കാണാൻ സാധ്യത അല്ല. അത് ആരായിരുന്നാലും അത് പ്രതികരിക്കും. അത് ഈ പറയുന്ന ഞാനായിരുന്നാലും പ്രതികരിക്കും. അത് കാണുന്നത് തന്നെ വെച്ച് നടത്തുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. ഇങ്ങനെയുള്ള സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം അത്രയ്ക്കും ഒരു അഴിമതി എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു വന്ന അത്രയും പറയാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ അഭിപ്രായം പറയുന്നത് വളരെ തെറ്റാണ്. വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വരെ അത് കണ്ട് രസിച്ച് കണ്ടിട്ടിരുന്നതാണ് സീസൺ 5 വരെ. പക്ഷേ ഇത് 6 ആയപ്പോഴാണ് ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള പെരുമാറ്റങ്ങൾ കാണുന്നത്. അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. പക്ഷെ ഒരുപാട് പേര് കാണുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പോലും ഒരു ധാരണയില്ല അവർക്കില്ല. എന്ന് പറഞ്ഞാൽ അവരതിനകത്ത് ഒരു കൊച്ചു പയ്യനും പെണ്ണും സ്നേഹിക്കണക്കുള്ള ഒരു പരിപാടിയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ അവർ ഇത്രയും പേര് കണ്ട് എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് അവരൊന്നും അറിയുന്നില്ല. പക്ഷെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അത് മറ്റുള്ളവർക്ക് ആരോഗ്യമാവുന്നത് അവർക്ക് തോന്നില്ല. പോരാത്തത് കൊണ്ട് എല്ലാ കുട്ടികളും ഇത് കാണാൻ കൊതിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും ഫാമിലിയുടെ ഇരുന്ന് കാണുന്നതാണ്, അത്രയും രസിച്ചിരുന്ന് കാണുന്നത്. പക്ഷേ ഈ സീസൺ 6 എല്ലാവരും വെറുപ്പായത്. വെറുപ്പ് മാത്രമല്ല, അവരിലുള്ള ഒരു അട്രാക്ഷൻ വരെ ഇല്ലാതെയാക്കിയത്. അവർ തന്നെയാണ് ആ വില ഇല്ലാതാക്കിയത്. അതിന് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുകയില്ല. അത് എന്തായാലും ശരിക്കും ആരാണ് അത് കൂടുതൽ വൾഗറായിട്ട് പറഞ്ഞത്? അതില് ഒരു അഭിപ്രായം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആ ഒരു സീൻ കണ്ട് അവരെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവരാണെങ്കിൽ പ്രശ്നമില്ലെന്നെങ്കിലും പറയാൻ കുഴപ്പമില്ല. എല്ലാ സീസൺ 1 തൊട്ട് ഈ 5 വരെ പ്രശ്നം ഇല്ലാതെ തന്നെ പോയത്. എന്തായാലും അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വേറൊരു തരത്തിൽ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവരിൽ രണ്ടുപേരിലും നമുക്ക് ഒരിക്കലും ഒരു യോജിപ്പില്ലാത്ത ഒരു വാക്കുകളാണ് അത് ചെയ്യുന്നത്. അവരെ മാറ്റിയാൽ ഈ സീസൺ 6 ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ? അവരെ മാറ്റുകയാണെങ്കിൽ സീസൺ അത് കുറച്ച് കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് പകരമായി വേറെ രണ്ടുപേരെ എടുക്കുന്നതാണ് നല്ലത്. അവരിപ്പോൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം മ്ലേച്ഛകരമായ വാക്കുകൾ അല്ലെങ്കിൽ സംസാരം. രാത്രി അവരിന്ന് സംസാരിക്കുന്നത് തന്നെ കണ്ടില്ലേ, ലൈവ് പോലെയാണ് അവർ ഷീറ്റിട്ട് മൂടിയിട്ട് എന്താണ് കാണിക്കുന്നത്, സംസാരിക്കുന്നത് തന്നെ. അത് എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല. കുറച്ചു മുമ്പ് ഞാൻ കണ്ടിട്ടിരുന്നതേ ഉള്ളൂ ആ സീനൊക്കെ. പക്ഷേ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ അടുത്ത് മാത്രമല്ല ചോദിക്കുന്ന, കാണുന്ന എല്ലാവർക്കും മിക്കവാറും അഭിപ്രായം നെഗറ്റീവ് കമന്റ്സ് പറയുന്നുണ്ട്. അത് കാണുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കാം. കാര്യം അത് ഒരു ചാനൽ എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്, അത് പിന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ല. നമ്മളിപ്പോൾ അവരാരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ ഞാൻ ചേർന്ന് പോകത്തില്ല. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കും പ്രയോജനമുള്ളൂ, ഈ കാണികൾക്കും ഒരു പ്രേക്ഷകർക്കും ഒരു ഉന്മേഷം വരാറുള്ള, അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളൂ. പക്ഷേ ഇങ്ങനെ കാണിക്കുന്നത് സപ്പോർട്ട് പോലും കിട്ടത്തില്ല. അത് ഇവർ രണ്ടുപേരും ചെയ്യുന്നതായിരിക്കും മറ്റെല്ലാവർക്കും വാദകമാകുന്നത്. ഇവരെ കണ്ടാണ് അവരും വാദകമാകുന്നത്. കാര്യം ഇത് തന്നെ ഇപ്പൊ നിർത്താൻ വേണ്ടിയുള്ള അഭിപ്രായം വരെ അനേകർ പറയുന്നുണ്ട്. അത് ഞാനത് ഇത് ചാനലിൽ കണ്ട്, യൂട്യൂബ് വഴി ഫേസ്ബുക്കിലും കിടക്കുന്നുണ്ട്, അതുവഴി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് വ്യക്തി മറ്റേ ഇപ്പൊ പയ്യനും പറയുന്നുണ്ട്, രണ്ടുപേരെ കുറിച്ചാണ് കൂടുതൽ. പേരെടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അവർക്കടുത്ത് വിരോധമൊന്നും ഇല്ല. ഇപ്പൊ ഒരു പയ്യൻ തന്നെ ഇപ്പൊ കയറി പോകണ്ടില്ലേ സിനിമയിലൊക്കെ ഏതാണ്ട് പോകുന്നെന്ന്. പക്ഷെ അവൻ ഒരു ഭയമില്ലാതെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ സാർ അത് ഞാൻ കുറച്ച് മുമ്പ് 2 പ്രാവശ്യം കണ്ടു. അവൻ കൂളായിട്ട് അവൻ്റെ ഒരു ഭയവും ഇല്ല, ഇതും ഇല്ല. കാര്യം പിന്നെ സത്യം വിളിച്ചു പറയുന്ന കുഴപ്പമില്ല. സത്യം പറയണമല്ലോ, നമ്മള് ആരുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയണം. ദൈവം കൂട്ടിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഈ ലോക കാര്യത്തിന് വേണ്ടി കൂട്ടിനിൽക്കാം. പക്ഷെ അത് അല്പസംഖ്യമില്ല. എന്താ പറയണ ചേച്ചി, എന്താ പറയണ? അതുകൊണ്ട് ഈ പ്രോഗ്രാം നിർത്തണമെന്ന് അഭിപ്രായം ഉണ്ടോ? സത്യത്തിൽ ഇങ്ങനെ മ്ലേച്ഛമായിട്ട് നടക്കുന്നത് നിർത്തുന്നത് തന്നെയാണ് എൻ്റെയും താല്പര്യം. കാര്യം അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാറ്റുക,
മാറ്റിയിട്ട് അടുത്ത് തുടങ്ങുക. അതാണ് നമ്മുടെ അഭിപ്രായം. പുതിയ രീതിയിൽ കൊണ്ടുപോകും. പുതിയ രീതി തന്നെ നോക്കണം. അല്ലെങ്കിൽ അവർ രണ്ടുപേരെ മാറ്റിയിട്ട് വേറെ രണ്ടുപേരെ കയറ്റുക. ഇതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായം എൻ്റെ ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കാര്യം ഇത്രയും കോടി ജനങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവർക്കത് ബോധമില്ലെങ്കിൽ നമുക്കത് ബോധമുണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നത്? സാറ് തന്നെ പറഞ്ഞു, ഒരു ഫാമിലി കൊച്ചുമക്കളാണ്. അതുകൊണ്ട് 9 വയസ്സും 7.5 വയസ്സേ ആയുള്ളൂ. ഇവരെ എൻ്റെ ഭാര്യനെ വെച്ചത് കാണാൻ പറ്റുമോ? അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് അത് മനസ്സിൽ പതിയത്തില്ലേ? അപ്പോൾ വളരും തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നല്ലത് കാണിച്ചു കൊടുക്കണം. ഇത് കാണുന്നത് റൂമിൽ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ അവർ ചെയ്ത് സംസാരിച്ച അത് മ്ലേച്ഛ അല്ലെ പ്രവർത്തികളാണ്. ഇതൊരിക്കലും ഒരു ഫാമിലിക്കോ ഒരു കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ വളരും തലമുറയ്ക്കോ കഴിയുകയില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? സീസൺ 6 എങ്ങനെയുണ്ട്? സീസൺ 6 5ന്റെ അത്ര പോരാ. എന്താ കാര്യം? ഗബ്രും ജാസ്മിനൊക്കെ എന്തൊക്കെ അനാവശ്യ വർത്താനങ്ങള്. ബിഗ് ബോസിൽ എത്ര പോരെ ആൾക്കാർ കാണുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൽ പറ്റാത്തൊക്കെ സംസാരിക്കല്, ലാംഗ്വേജ് ഒക്കെ വളരെ മോശമാണ്. മോശം കമന്റുകൾ ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ. മൊത്തത്തില് പിന്നെ ഫാമിലി എന്റർടൈനർ എന്നുള്ള ഇത് മാറി. ഇനി അത് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം? ചെയ്യാൻ പറ്റുന്നത് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ അതിനകത്ത്? ലാംഗ്വേജ് അത് അവരെ തന്നെ അതിൽ മാറ്റി നിർത്തണോ? അവരെ തന്നെ ജാസ്മിനെ മാറ്റിയ കുറച്ചുകൂടെ ബെറ്റർ ആവും. ബെറ്ററാവും. പ്രിയ പ്രോഗ്രാം എന്നുള്ള നിലയിൽ സ്ഥിരമായി കാണാറില്ല. വല്ലപ്പോഴും ഒരിക്കൽ കാണുന്നു. വല്ലപ്പോഴും കാണുന്ന ആൾക്ക് എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നു. ബിഗ് ബോസ് കാണാറുണ്ടല്ലോ അല്ലേ? സമയം കിട്ടുമ്പോഴേ കാണാറുണ്ട്. സീസൺ 6നെ കുറിച്ച് എന്താണ് അഭിപ്രായം? സീസൺ 6 ഞാൻ കൂടുതലായിട്ട് കണ്ട കുറേ എപ്പിസോഡുകളായിരുന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ അതിനിപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും, ചളിപ്പരിപാടി എന്ന് പറയുന്നവരുണ്ടാവും. നമുക്ക് 1 മണിക്കൂർ സമയം പോകാൻ വേണ്ടി നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രോഗ്രാമിൽ ബിഗ് ബോസിൽ മെയിനായിട്ട് 2-3 പേര് ആറ്റിറ്റ്യൂഡ്, അതായത് ജാസ്മിൻ, ഗബ്രി തുടങ്ങിയ 1 പേരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ പലർക്കും അത് കാണാൻ തീരെ താല്പര്യമില്ല. കാരണം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒത്തിരി പ്രേക്ഷകരുണ്ട്. ഞാനും കുറേ 1-2 സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റിലെ മിക്കവട്ട് പരിപാടികളും കാണാറുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് കയറി വന്ന നമ്മുടെ ഇപ്പോൾ ഔട്ടായ സിബിൻ അപ്പോൾ സിബിൻ ഒരു നല്ല പ്ലെയറായിരുന്നു. കാര്യം കപ്പ് ഉയർത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു. അപ്പോൾ സിബിൻ പുറത്തായതിൽ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മൾ കാണുന്നുണ്ട്. പല ഓൺലൈൻ മാധ്യമങ്ങളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം ചാനലിൻ്റെ ഇടപെടൽ ഇതിലുണ്ടോ എന്നും സാധാരണക്കാരനായ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ ജാസ്മിനെ ഇത്രയും നാൾ സംരക്ഷിക്കുന്നതിൻ്റെ കാരണവും നമുക്ക് ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രേക്ഷകരുടെ വോട്ടിംഗ് കൊണ്ടൊന്നും അല്ല ഇത് നിൽക്കുന്നതും പോകുന്നതെന്ന് ബലമായ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും പ്രോഗ്രാം കാണാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് മുഖം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് തീർക്കാറുണ്ട്. അത്രയും അവർ നേരത്തെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇടയ്ക്ക് അഖിൽ മാരാർ ഓൺലൈൻ മാധ്യമത്തിൽ കുറേ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മോഹൻലാലിനെതിരെയും. അപ്പോൾ അതൊക്കെ നമുക്കൊരു സാധാരണക്കാരൻ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമുക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ജാസ്മിൻ, ഗബ്രി ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെ ചർച്ചാ വിഷയമാണ്. അതെ, കുറേ പ്രേക്ഷകർ നെഗറ്റീവായിട്ട് കുറേ കമൻസുകൾ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ശരിക്കും ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല ഈ സാധനം? സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ പേളിയും ശ്രീനിയുമായിട്ടുള്ള കണക്ഷനൊക്കെ നമ്മൾ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് കരുതിയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയില്ല. പക്ഷേ ഈ കഥ ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ അവരെ ജോഡി പൊളിച്ച് ഒരാളെ പുറത്താക്കിയിരുന്നെങ്കിൽ കളി കുറച്ചുകൂടെ മാറുമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയേനെ. അപ്പോൾ ഈ സിബിൻ വന്നപ്പോൾ തന്നെ കളിയുടെ ഒരു ഗതി മാറി വന്നതാണ്. അപ്പോൾ സിബിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവന് ആവശ്യമില്ലാത്ത കുറച്ച് ഗുളികൾ കൊടുത്ത് മാനസിക നില തകരാറിലാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിബിൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് പുറത്തു പോകണം, ഞാനിതിന് യോഗ്യനല്ല, കളിക്കാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ ഇപ്പോൾ പുറത്തു പോയിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്നെ പുറത്താക്കിയതാണ്, ഞാൻ ആദ്യം പുറത്ത് പോകണമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ ഞാൻ പുറത്ത് പോയതല്ല, കിട്ടിയതല്ല, പുറത്താക്കിയതാണെന്ന്. അയാൾക്ക് മാനസിക നില എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക്
മെൻ്റൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന തരത്തിലുള്ള ടാബ്ലറ്റുകൾ കൊടുത്തിരുന്നു എന്നൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല. അന്വേഷിക്കട്ടെ. എന്നാലും ഇത് ഒരു കുറച്ച് കളികൾ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ വെറുതെ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി എന്റർടൈൻമെന്റ് എന്നുള്ള നിലയിൽ കണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ശരിക്കും ഇപ്പോഴതൊരു ഫാമിലി എന്റർടൈനർ എന്ന് പറയാൻ കഴിയുമോ? ഫാമിലി എന്റർടൈനർ എന്ന് പറയാൻ പറ്റുന്ന സ്ഥിതിയിലല്ല. കാര്യം അതിൻ്റെ പല വാക്കുകളും സഭ്യമല്ല, പല ആക്ഷനും സഭ്യമല്ല. പിന്നെ എന്തോ ജസ്റ്റ് കണ്ടുപോകാം. നമുക്ക് ഈ ചാനലിൻ്റെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇത് എഴുതി കാണിച്ചാൽ പ്രശ്നങ്ങൾ തീർന്നു. കോടതിയിൽ നിലവിൽ കേസുണ്ട്. അപ്പോൾ കോടതിയിലെ കേസിനെയൊക്കെ ഈ പറഞ്ഞ ചാനലിന്റെ നിയമാവലി വെച്ച് ബ്ലോക്ക് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. കൃത്യമായിട്ട് സാധിക്കും. കാര്യം പറഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ അതിൽ ഹെൽമെറ്റ് വെക്കുന്ന ശിക്ഷാർഹമാണെന്ന് എഴുതി കാണിക്കുമ്പോൾ പ്രശ്നം തീരുമെന്ന് പറഞ്ഞാലുള്ള കാര്യമുള്ളൂ. നേരത്തെ ഒരു റിക്വഷൻസ് കൊടുത്തിരുന്നു. അത് കൊടുത്തിരുന്നു, അത്രേ ഉള്ളൂ. ഈ പരിപാടികൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ഇതൊരു എന്റർടൈനറായിട്ട് കാണണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ കേസൊന്നും വിലപ്പോവാൻ സാധ്യതയില്ല. കോടതി ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ കേസ് പോയത് തന്നെ ഇതൊരു കുടുംബസമേതം അല്ലെങ്കിൽ ഒരു തെറ്റായ മെസ്സേജ് സമൂഹത്തിന് പാസ് ചെയ്യുന്നു എന്നതാണ്. അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് ഒത്തിരി പേര്. ഇല്ലല്ല, ഇടപെടലുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം ഇത്രയും പ്രശസ്തരായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അവതരിക്കുന്ന ഒരു പരിപാടി, അതുപോലെ ഇത്രയും ഫേമസ് ആയ ചാനൽ, അവർക്ക് തന്നെ ഒത്തിരി പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കേസൊക്കെ തള്ളിപ്പോകാനേ സാധ്യത. കേസൊന്നും അവർക്കൊരു വിഷയമല്ല. പക്ഷെ മോഹൻലാലിനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു ഇത്രയും മോശമായ ഒരു ഇതിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല. അങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ തമിഴിൽ കമൽഹാസൻ വരുന്നുണ്ട്, സൽമാൻ ഖാൻ വരുന്നുണ്ട് ഹിന്ദിയിൽ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അത് അവരുടെ ജോലി, അഭിനയിക്കുന്നത് പോലെ ഒരു ജോലി. ഇതിനകത്ത് നടക്കുന്ന എല്ലാം അവരറിയണമൊന്നുമില്ല. ഇല്ല, അതില്ല. അവർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ അവർ 2 ദിവസം വന്ന് പറയുന്നുള്ളൂ. അതും ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്ന സാധനമാണ് 2 ദിവസം ശനിയും ഞായറും വരുന്നത്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും അവർ കാണുന്നുമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ. ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിനെപ്പറ്റി നിങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ കൊടുക്കും. അത് നമുക്കൊരു സാധാരണ മനസ്സിലാവുന്ന കാര്യമാണ്, അത്രേ ഉള്ളൂ. ഒരു എന്റർടൈൻ പരിപാടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ജാസ്മിൻ ഗബ്രി കളികള് അതാണ് ഏറെക്കുറെ നമ്മളിപ്പോ കുറെ ആൾക്കാരുമായി സംസാരിക്കും, എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ്സ് അതാണ്. പക്ഷേ സിബിനും പൂജയും വന്നപ്പോഴത്തേക്ക് കളി നന്നായിരുന്നു. അപ്പൊ ഈ ജാസ്മിൻ ഗബ്രി എന്നുള്ള ഈ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളെ ഒഴിവാക്കിയാൽ പ്രശ്നം തീരും. അത് അവരെ ഒഴിവാക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റൂലല്ലോ. പക്ഷെ എങ്കിലും അതിൽ ജനങ്ങളുടെ വോട്ട് പ്രകാരമാണെങ്കിൽ എപ്പോഴോ ജാസ്മിൻ ഔട്ടാവേണ്ട സമയം കഴിഞ്ഞു. അതാണ് നമ്മളെ വിശ്വാസം. നമുക്കറിയില്ലല്ലോ, എല്ലാവരും പറയുന്നത് അതാണ്. മൊത്തത്തില് ഒരു ഫേസ്ബുക്ക് എടുത്താലും അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി നെഗറ്റീവ്സ് ജാസ്മിന് നേരെ വരുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നെങ്കിൽ എപ്പോഴേ അങ്ങനെ ആണെങ്കിൽ പുറത്താവേണ്ട സമയമായി. ഇതിനെപ്പറ്റി ചാനൽക്കാർക്കൊരു തീരുമാനം ഉണ്ടായിരിക്കാം എന്ന് സംശയിക്കാം. ചാനലിന്റെ കളി തന്നെയായിരിക്കും. നമുക്കറിയില്ലല്ലോ, നമ്മൾ പുറത്ത് നമ്മളൊരു വെറും ചെറിയ ഭാഗങ്ങൾ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് എന്താ പറയാ കാണാതിരിക്കാം. ബിഗ് ബോസ് കാണാറുണ്ടോ? സീസൺ 6നെ കുറിച്ചൊരു അഭിപ്രായം? ഭയങ്കര ബോറാണ്, ഒട്ടും കൊള്ളത്തില്ല. കാരണം വെച്ചാൽ കുട്ടികൾക്കൊന്നും അത് കാണാൻ പറ്റത്തില്ല. കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്നില്ലെന്ന് ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട്. കാണാൻ പറ്റത്തില്ല, തീരെ കൾച്ചറില്ലാത്ത പ്രോഗ്രാമാണ്. ഈ രണ്ടുപേരെ കുറിച്ചാണ് കൂടുതലും അഭിപ്രായം. ഗബ്രി ജാസ്മിൻ അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി ഒക്കെ എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാനാണ് ഈ ബിഗ് ബോസ് ഷോയിലോട്ട് വരുന്നത്. അതിന്റെ അകത്ത് കയറിയിട്ട് വെറുതെ പേരിന് ഒരു ലവ് കാണിച്ച് രണ്ടുപേരും കൂടെ ഗെയിം കളിക്കുന്നത്, അത് തെറ്റായ ഒരു കളിയാണ്. ആ കളി എല്ലാവർക്കും ഒറ്റയ്ക്ക് കളിക്കണം. അതാ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ ഈ ഷോ വരുന്നത്. എന്നിട്ട് അതിന്റെ അകത്ത് കയറിയിട്ടാണ് അവർ പറയുന്നത് ഒരുമിച്ച് കളിക്കുക, ബ്രദറാ, ലവ് ഇല്ല, ഞാൻ വെറുതെ അങ്ങനെയൊക്കെ കാണിക്കുക, സ്നേഹം നടിക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വേറെ ഇത് ലോകം മൊത്തവും കാണുന്നത് ഈ പ്രോഗ്രാം. ലക്ഷക്കണക്കിനില്ല, കോടാനുകോടി ജനങ്ങൾ കാണുന്ന പ്രോഗ്രാമാണ്. അപ്പം നമുക്കതിന് മെസ്സേജാണ് തരേണ്ടത്. എന്ത് പരിപാടി കണ്ടാലും അതിനൊരു മെസ്സേജാണ് നമുക്ക് കിട്ടേണ്ടത്. ബിഗ് ബോസ് കാണാറുണ്ടോ? സീസൺ 6നെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. ഒറ്റ വാക്കില്ല, അതെ, വിശദീകരിക്കാവോ? കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എങ്കിലും ഒന്ന് വിശദീകരിക്കാവോ?
അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കണം അങ്ങനെയാണ്, ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് മാത്രം കാണിക്കുന്നത്, ആ ആളെ തന്നെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അതിപ്പോൾ കാണിക്കുന്നത്. അതെ, ഓഫ്കോഴ്സ് അത് തന്നെയാണ്, ആ ആളെ മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ സിബിൻ ചേട്ടനെ പുറത്താക്കിയത് ശരിയായില്ല. സിബിൻ ചേട്ടൻ നല്ല പ്ലെയർ ആയിരുന്നല്ലേ? അത്യാവശ്യം നല്ല പ്ലെയർ ആയിരുന്നു, അവിടെ ഉള്ളതിൽ ചേട്ടൻ നല്ലതായിരുന്നു. ആ പുറത്താക്കിയതിന്റെ പിന്നിൽ ആരാ കളിച്ചത്? അതിപ്പോ ഒരു മാരാറൊരു ലൈവ് ഇട്ടായിരുന്നു, അതിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് ആ ഷോയ്ക്ക് അകത്തുള്ള ആൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അകത്തുള്ള കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്, ട്രാപ്പഡ് ആയിരുന്നു. സിബിനും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനല്ല പുറത്തു പോകാൻ കാരണം, എനിക്ക് ഇതിലോട്ട് ഒരു ബന്ധവുമില്ല, അവരാണ് എന്നെ പുറത്താക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്തോന്നാണ് അവിടെ ചെയ്തത്, എന്തോന്നാണ് കാര്യം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഒരു ഗെയിമല്ല, വേറൊരു തരത്തിലോട്ട് ഈ ഷോ പോകുന്ന അഭിപ്രായം അങ്ങനെ ഉണ്ടോ? ഗെയിം അല്ല, ഇത്രയും സീസണിൽ ഏറ്റവും മോശം സീസൺ ആയിരുന്നു. 1 to 5 കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. 1 to 5 അടിപൊളി. ഈ രണ്ടുപേരുമാണോ അതിനകത്ത് ശരിക്കും അവരെ മാത്രമേ കാണിക്കുന്നുള്ളൂ, അവരെ വെച്ചിട്ടാണ് ഇപ്പൊ സീസൺ 6ന്റെ അതൊരു പ്ലാനിങ് ആണോ? പ്ലാനിങ് ആണോന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാ ക്യാമറയുടെ ഫോക്കസും പോകുന്നത് അവരിൽ മാത്രമാണ്, അവർ ഫോക്കസിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു കൂട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. അതിന്റെ പിന്നിൽ ആരായിരിക്കും ശരിക്കും? മേ ബി ബിഗ് ബോസ് ടീം ആയിരിക്കും. ബിഗ് ബോസ് ടീം അവരെ മാത്രം സത്യം പറഞ്ഞാൽ സീസൺ 6ന്റെ കണ്ടന്റ് അവർ മാത്രം. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ക്രിപ്റ്റഡ് അല്ലേ? അത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നു, കണ്ടിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. അവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നു എന്നുള്ളത്. കണ്ടന്റ് ഒന്നും അതിൽ നിന്ന് വരുന്നില്ല, അവിടെ കാണിക്കുന്നതിൽ അവരെ മാത്രമേ പകുതി സമയവും കാണുന്നുള്ളൂ. ഞാൻ സ്ഥിരം ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഫുൾ ടൈം കാണുന്ന അവരെ മാത്രമേ ഉള്ളൂ. വൈൽഡ് കാർഡ് എൻട്രിയോടിൽ കുറച്ച് പേര് കടന്നു വന്നല്ലോ, അതിലൊരു സിബിൻ ഉണ്ടായിരുന്നു. സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നാ പറയാ. ചേട്ടൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു, കുറച്ചും കൂടെ നന്നായിട്ട് ഗെയിം ചേഞ്ച് ആയത് ചേട്ടൻ വന്നപ്പോഴായിരുന്നു. പക്ഷെ സിബിൻ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു, അത് ഇവര് പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്തതായിരിക്കാം, ഉറപ്പില്ല. ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, ബാക്കിയുള്ള പേരും ലൈവ് ഇടുന്നുണ്ട്, അവര് തന്നെയാണ്, നിങ്ങൾ കാണുന്നതല്ല ബിഗ് ബോസ്, അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പലരും രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്, അത് അവരായിട്ട് തന്നെ ഇപ്പൊ പുറത്താക്കിയതാണ് ആ ചേട്ടൻ വന്ന് ഇത് എല്ലാവരോടും പറഞ്ഞത്. അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അഖിൽമാരാറിനെ എതിർത്തും അതിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തെളിവ് സഹിതം വീണ്ടും ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരിൽ കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ശരിക്കും വേറെന്തെങ്കിലും പ്ലാൻ ബിഗ് ബോസിലുണ്ടോ? ജാസ്മിനെ വിജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ അതൊരു ഗെയിം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഗെയിം അല്ലല്ലോ, കണ്ടിട്ട് ഗെയിമാണെന്ന് തോന്നുന്നില്ലല്ലോ, അതൊരു ബിസിനസ്സായി മാറി അല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ്. ഓരോ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് വൈകുന്നുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വൈകുന്നുണ്ട്, എടുത്ത ഡിസിഷൻ ഒരുപാട് റോങ് ആയിട്ടുമുണ്ട്. പക്ഷെ ശരിക്കും മോഹൻലാൽ അറിഞ്ഞിട്ടാണോ അതൊക്കെ നടക്കുന്നത്? മോഹൻലാൽ അറിയാതെ ഒന്നും നടക്കും. മോഹൻലാൽ 2 ദിവസം വന്നു പോകുന്ന ഒരാളാണ്. എന്തോ ആയിക്കോട്ടെ, മോഹൻലാൽ അറിയാതെ ഒന്നും പറയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ആരെന്ത് കുറ്റം പറഞ്ഞാലും മോഹൻലാലിനെ പറയുള്ളൂ. എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയില്ല. എല്ലാരും മോഹൻലാൽ എന്ത് ചെയ്താലും ലാലേട്ടൻ ജാസ്മിനെ ഒന്നും പറയുന്നില്ലല്ലോ, ജാസ്മിനെ ഒന്നും പറഞ്ഞില്ലേ. കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാറിനെ എല്ലാവരും നല്ല ഇട്ട് വഴക്ക് പറയുന്നുണ്ടല്ലോ, ജാസ്മിനെ മാത്രം ഒന്നും പറയുന്നില്ല. എന്താ ജാസ്മിൻ ലാലേട്ടന്റെ കുട്ടിയാണോ? ഇതൊക്കെയാണ് എല്ലാവരും പറയണം, കാണുന്നവർക്കും തോന്നുന്നു. പക്ഷേ ചേട്ടൻ കാണിച്ചു എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഒട്ടുമിക്ക എല്ലാ സീസണിലും അങ്ങനത്തെ ആക്ഷൻസ് വന്നിട്ടുണ്ട്, ബാഡ് വേർഡ്സ് വന്നിട്ടുണ്ട്. ജാസ്മിൻ എത്രയോ ബാഡ് വേർഡ്സ് ജിൻഡോയെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു വാക്കിന് പോലും പുള്ളിക്കാരി ഒന്നും ലാലേട്ടൻ പറയുന്ന കണ്ടിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവരും വഴക്ക് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ഈ സിബിൻ പുറത്തുപോയ കാര്യത്തിന് ഓപ്പോസിറ്റ് ചെയ്ത് പറയുന്നത് ഈ ആക്ഷനാണ്. ഈ ആക്ഷനിൽ തന്നെ ലൈവിൽ കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ആരും കണ്ടിട്ടില്ല. ഇയാൾ കണ്ടായിരുന്നോ? ഇല്ല. ലൈവിൽ തന്നെയും ജാസ്മിന്റെ മുഖമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സിബിൻ ചേട്ടന്റെ ആക്ഷൻ ഒരു വിരല് വെച്ചൊരു ആക്ഷൻ കാണിക്കുന്നത് പെട്ടെന്ന് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നത് അത്രേ കാണിച്ചോളൂ. അത് വെച്ചിട്ടാണ് ഇങ്ങനെ. പക്ഷെ അതിനകത്ത് ജാസ്മിൻ എൻ്റെ ഈ ഒരു ഇത് കാരണം പുറത്താക്കി എന്ന് പറയുന്നു, ഇല്ല സിബിൻ കിറ്റായതെന്ന് പറയുന്നു. ശരിക്കും എന്താണ് സംഭവം? സിബിൻ ചേട്ടൻ കിറ്റായത് ഒരിക്കലും അല്ല, കാരണം ചേട്ടനെ കൊണ്ട് അവിടെ കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരാളാണ് സിബിൻ ചേട്ടൻ. അതിൻ്റെ ഇടയിൽ എന്തായിരുന്നാലും പുറത്താക്കി എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. കാരണം ചേഞ്ച് ആയ വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ബിഗ് ബോസ് ഒന്ന് ഉഷാറായത്. പറഞ്ഞത് ഞാൻ വീണ്ടും കളിക്കും, എൻ്റെ പുതിയ ഗെയിം പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ്. ഒരാഴ്ച പിടിച്ചു നോക്കാം, ഓഡിയൻസിന്റെ റിപ്ലൈ അനുസരിച്ച് ഞാൻ പുറത്തു പൊക്കോളാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഓഡിയൻസിന്റെ റിപ്ലൈ കിട്ടുന്നതിന് മുമ്പേ പുള്ളി പുറത്തായി.
ചേച്ചി പുറത്തായി അന്ന് തന്നെ സിബിനും പുറത്തായപ്പോ തന്നെ അവിടെ നിന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് നല്ല പ്ലേയേഴ്സ് അല്ല സിബിന്റെ ഒരു ഇതിൽ വേറൊരു തരത്തിൽ ഈ ഗെയിം പോയ ഒരു സമയത്തായിരുന്നു, എല്ലാവരും അത് പറയുന്നുണ്ടായിരുന്നു. സിബിൻ ചേട്ടൻ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പഴയതുപോലെയുള്ള ബിഗ് ബോസ് ആയത്. പക്ഷേ എന്താ ചെയ്യാൻ, ചിരിക്കാൻ എല്ലാം ഉണ്ടായിരുന്നു. വയൽക്കാട് എല്ലാം അടിപൊളിയായിരുന്നു. പവർ എന്താണെന്ന് ശരിക്കും കാണിച്ചു കൊടുത്തത് പവർ റൂമിന്റെ ഒരു പവർ കാണിച്ചു കൊടുത്തത്. ഇങ്ങനെയാണ് പവർ റൂം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയാണ് പവർ റൂം ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ശിക്ഷകളും എല്ലാം വെറൈറ്റി ആയിരുന്നു. പാത്രം കഴിവ് തറ തുടക്കി അങ്ങനെയല്ല, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആ രീതിയിൽ കൊണ്ടുപോയി. ബിഗ് ബോസിനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് വന്നപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും അത് കാണുമ്പോൾ തന്നെ. കാരണം ഫുൾ ടൈം ഫോക്കസ് ജാസ്മിൻ ലൈവിലായിരുന്നു. അവരെ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ ഗെയിം പോകുന്നത് അല്ലേ? കണ്ടന്റ് കൊണ്ടുപോകുന്ന അവരാണെന്ന് വേണമെങ്കിൽ പറയാം. ജാസ്മിൻ അതിന്റെ പിന്നിൽ എന്താ ലക്ഷ്യം? അതിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം? മേ ബി ജാസ്മിനെ ജാസ്മിൻ അല്ലാതെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ജാസ്മിനെ തന്നെയാണ്, വേറെ ആരെയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻസിബയോ? ഒരു പെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി കൂടെ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം, ദൃശ്യം സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടായിരിക്കും ആ ഒരു അൻസിബയുടെ തെറ്റുകളൊന്നും എടുത്ത് പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. അൻസിബയുടെ പേര് ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്, ഞാനല്ലല്ലോ അത് പറയണ്ട, പ്രേക്ഷക അഭിപ്രായം. അപ്പം ഇത് കാണുന്നവർ വിചാരിക്കും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നു. അൻസിബ സാധാരണ ഒരു മൂലയിലാണല്ലോ ഇരിക്കാറ്, അതുകൊണ്ട് അവൾ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറില്ല. അൻസിബ ഒരു കഥാപാത്രമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഫുൾ ഓൺ അല്ലല്ലോ. വ്യക്തി വീട്ടിൽ എങ്ങനെയാണോ ആ രീതിയിൽ അതുപോലെയാണ്. രാവിലെ എണീക്കുന്ന ഒരു ഡാൻസ് ചെയ്യുന്നു. ടീമിലുള്ള സമയത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാത്ത സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന കാണാറില്ല. ഗെയിമിലൊന്നും അധികമില്ല. അത് തന്നെ ആ ആള് തന്നെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, പുറത്ത് പോകണം. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ കണ്ടോളൂ. പക്ഷെ ലാലേട്ടൻ അങ്ങനെ കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടോളൂ ജാസ്മിന്റെ അടുത്ത് മാത്രമാണ്. ജാസ്മിനെ ഓവറായി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന കുറേ നെഗറ്റീവ് കമൻസുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും നിങ്ങൾക്ക് 4 പേരുണ്ട്, 4 പേർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാ? അല്ലെങ്കിൽ അർജുനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ? 4 പേർക്ക് ഒരേ ആളാണോ? അർജുൻ കഴിഞ്ഞാൽ ആരാണ്? ശ്രീതു അല്ല, യാക്കോ? അങ്ങനെ ചോദിച്ചാൽ അർജുൻ ചേട്ടൻ കഴിഞ്ഞാൽ അപ്സര ചേച്ചി പറയും. അപ്സര അത്യാവശ്യം അല്ലേ? പുറകിലാണ്, അത് ടേക്കപ്പ് ചെയ്യാൻ പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് ബെസ്റ്റ് ക്യാപ്റ്റൻ ഉള്ളത് കിട്ടിയതിന് ശേഷം ഭയങ്കര ഓവർ ആവുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഭയങ്കര ബാക്കിലോട്ടായിട്ടാണ് വരുന്നത്. പറടോ, ആരെയാ ഇഷ്ടം? അർജുൻ ചേട്ടൻ. ഏക്കോ? അർജുൻ. അപ്പൊ എല്ലാവർക്കും അർജുനാണ്. മറ്റൊരു കാര്യം, പക്ഷെ എന്നാലും അർജുൻ ചേട്ടനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് നല്ലോണം. പക്ഷെ കണ്ടതിൽ വെച്ച് എവിടെ പറയണം എവിടെ പറയണ്ട എന്ന് ആൾക്ക് നല്ലോണം കൃത്യമായി. എന്നാ ബാക്കിയുള്ളൊരു വാഴ മരവാഴ ഇതൊക്കെ തന്നെയാണ് ആ ചേട്ടനെ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് കണ്ടതിൽ വെച്ച് ആ ചേട്ടൻ പറയേണ്ട അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ചുമ്മാ ബിഗ് ബോസ് അടി ഉണ്ടാക്കണം. അവിടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നോർമലി ജനങ്ങൾ പറയുന്നത് ബഹളം, അടി ആരാണ് ഉണ്ടാക്കുന്നത് അവരാണ് വിന്നർ എന്നുള്ള രീതിയാണ് അവിടെ ഉള്ളത്. ബിഗ് ബോസിൽ ജീവിച്ചു പോവാ, അത് ആ വ്യക്തിയെ കണ്ടാൽ മനസ്സിലാവും. ആ ചേട്ടൻ എവിടെ സംസാരിക്കണം എന്നറിയാം, എന്നാ അവിടെ സംസാരിക്കും. ഗെയിം കളിക്കാള് കളിക്കും, ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും. എന്നിട്ടും പലരും ആ ചേട്ടനെയാണ് ഓരോ കാര്യത്തിൽ ഒന്നും പറ്റൂല, അവനെ കൊണ്ടാവാൻ വാഴയാണ് കോഴിയാണ് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ. ചേട്ടൻ നൈസാണ്. ഇതിനെ വെച്ച് പറയുന്നുണ്ടല്ലോ, കോംബോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട് വീഡിയോസ് ഒക്കെ, അവർ രണ്ടുപേരും വീഡിയോസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെ കോംബോ ഉണ്ടോ? തോന്നുന്നില്ല. അവര് ഫ്രണ്ട്ഷിപ്പ് മാതിരിയാണ് ഇപ്പൊ പോകുന്നത്. ചിലപ്പോൾ തമ്മിൽ ഇഷ്ടം കാണും, അകത്ത് വെച്ച് പറയണ്ട എന്നവര് വിചാരിച്ച് കാണും. പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോ അകത്ത് വെച്ച് പറഞ്ഞാൽ ഇനി അവരെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് വിചാരിച്ച് കാണും. അങ്ങനെയും ചിന്തിക്കാമല്ലോ. ഇപ്പം ഗബ്രിയും
ജാസ്മിനും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ഡ്രാമയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നലത്തെ ഷോയില് ഗബ്രി ജാസ്മിനിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. അപ്പം പുറകെ പോയ ജാസ്മിൻ അല്ലേ? ശരിക്കും അതെന്തെങ്കിലും ഗബ്രിയും പറഞ്ഞിരുന്നല്ലോ, ഞാൻ നിന്നെ ഇപ്പൊ ഇവളെ സ്നേഹിച്ചാലും റസ്മിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഇവളെ സ്നേഹിച്ചാലും ഇപ്പൊ ഇവളോട്ട് ഒരു റിലേഷനിലാവണമെന്നോ ഇവളെ കെട്ടണമെന്നോ എന്ന് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ജാസ്മിന് കേൾക്കാനുള്ളത് ജാസ്മിൻ കേട്ടു, അത് മതി എന്നാണ് ജാസ്മിനും പറയണത്. അവിടെ വെച്ച് ഒരു ഡ്രാമയാണോ എന്നൊരു തോന്നിപ്പോകുന്നല്ലേ? പറയൂ. അവർ തമ്മിൽ അടികൂടുന്ന കാണുമ്പോഴേ അതൊരു ഡ്രാമയായിട്ട് തോന്നുന്നു. അത് ഫാമിലിയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ, ഫാമിലി റിവ്യൂ പറയുന്ന ആശംസകൾ പറയുന്ന സമയത്ത് ഗബ്രിയുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും എന്ത് റിലേഷൻഷിപ്പ് ആയിരുന്നാലും ഒരു ലിമിറ്റ് ഇട്ട് നിൽക്കാം. പക്ഷെ അതിനുശേഷമുള്ള ഗബ്രിയുടെ ചേഞ്ച് മനസ്സിലാവും. ലിമിറ്റഡ് അല്ല എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനത്തെ ഒരു ഇതില്ല, കാണുന്നവർക്ക് അത് ഇപ്പം ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വന്നതും ഇവർ രണ്ടുപേരെയും കുറിച്ചുള്ള ഇത്തരം ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗെയിം 6 ഈ സീസൺ 6 ഇങ്ങനെ വിവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നിർദ്ദേശം എന്താണ് വയ്ക്കാനുള്ളത്? നിർത്തിക്കോ, ഇതിനേക്കാളും അതാണ് നല്ല. ജാസ്മിനെ ജയിപ്പിക്കാനാണെങ്കിൽ ഇത് നിർത്തിയിട്ട് ഇവിടെ ജാസ്മിനോടുള്ള നിർദ്ദേശമാണ് പറയാനുള്ളതെങ്കിൽ ഞാൻ ജാസ്മിനോടുള്ള നിർദ്ദേശമല്ല, പൊതുവിലൊരു നിർദ്ദേശം, നമുക്ക് പ്രേക്ഷകർക്ക് ഒരു നിർദ്ദേശം. കണ്ടന്റ് ആക്കി നിർത്തിയാൽ ഒന്നും കിട്ടില്ല, റേറ്റിംഗ് കുറയത്തേ ഉള്ളൂ. ജാസ്മിൻ കണ്ടന്റ് മാറ്റാം. ജാസ്മിനെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. ജാസ്മിനെ പുറത്താക്കണം. അല്ല, സത്യം പറഞ്ഞ ആള് മര്യാദയ്ക്ക് നിന്നാൽ നല്ല അടിപൊളി പ്ലെയർ ആയിരുന്നു. അടിപൊളി നല്ല ഗെയിമർ. പക്ഷേ ആളുടെ കണ്ടന്റ് കുറച്ചാൽ കുറച്ചും കൂടെ ഗബ്രി എന്നുള്ളത് മാറ്റിയിട്ട് അടിപൊളിയായിട്ട് പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. അതെ, എന്നാ ആള് കുറച്ചും കൂടെ എല്ലാരുമായിട്ട് മിണ്ടണം. എപ്പോഴും അടി 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 എന്നും പറഞ്ഞു നടക്കാതെ മര്യാദയ്ക്ക് നടന്നാൽ സാധനം മാറും. ജാസ്മിന്റെ മാറ്റം കൊണ്ട് ഗബ്രിയെ മാറ്റാൻ കഴിയും. ജാസ്മിന്റെ മാറ്റം കൊണ്ട് ഒരിക്കലും ഗബ്രിയെ മാറ്റാൻ കഴിയില്ല. കാരണം ഗബ്രിയുടെ ഗെയിം പ്ലാൻ ആണ് ജാസ്മിൻ എന്ന് പറയുന്നത്. അവൻ ജാസ്മിൻ പോയാൽ അടുത്ത ഒരാളെ ഉറപ്പായിട്ടും അവിടെ സെറ്റാക്കും. അത് അവൻ നല്ലോണം പ്ലാനിങ് ഉണ്ട്. പക്ഷേ ജാസ്മിന് ഗബ്രി പോയാൽ വേറെ ആരെയും സെറ്റ് ആവൂല. ഇവർ രണ്ടുപേരും പ്ലാൻഡ് ആണ്. അപ്പോ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് പോകുന്നതാണെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പൊ ഇതില് ജാസ്മിനെ മാറ്റണം എന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. ജാസ്മിൻ മാറണം. അങ്ങനെ വ്യക്തിത്വത്തിൽ മാറ്റം വരുത്തണം. മാറ്റി നിന്ന് കളിച്ചാൽ ആദ്യമേ അങ്ങനെ നിന്നായിരുന്നെങ്കിൽ വിന്നർ ആവാനുള്ള എല്ലാ സാധ്യതയും ജാസ്മിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു കോംബോ കൊണ്ടിട്ട് അത് ഡ്രാമയാക്കി കാണിക്കുന്നുണ്ട്. നമ്മളിവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ജാസ്മിൻ. ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരും വെറുക്കാൻ തുടങ്ങിയത് ജാസ്മിനെ. ഒരുപാട് പേര് നിമിഷം കൊണ്ടാണ് യൂട്യൂബിൽ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അത് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇപ്പം മൊത്തവും തീർന്നത്. പക്ഷെ ഒറ്റയ്ക്ക് ആദ്യമേ കളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ജാസ്മിൻ വിന്നർ ആവാൻ സാധ്യതയുള്ള ആളാണ്. ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് അത് ബോധ്യമാവുന്നില്ല ഒരു ടീമാണെന്നുള്ളത്. ടീമാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഈ ബിഗ് ബോസിനെ കുറിച്ച് കുറെ പേര് കേസുമായിട്ട് പോയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ കേസുമായിട്ട് പോയി. അത് ഈ ശരിക്കും ഷോ നിർത്തിപ്പോകുന്ന തോന്നുന്നുണ്ടോ? നിർത്തുന്നയാവും നല്ലത് എന്ന് തോന്നുന്നുണ്ട്. കാണുന്ന നമുക്ക് പ്രാന്താവല്ലേ ഈ അവസ്ഥയിൽ നിർത്തുന്നതായിരിക്കും. പക്ഷെ നിർത്താൻ സാധ്യത കുറവാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാര്യം എന്നറിയാമോ? സിബിൻ ചേട്ടൻ വരണം. എല്ലാം അറിയാലോ ചേട്ടൻ. അപ്പൊ ചേട്ടൻ വരണം. സിബിൻ തിരിച്ചു വന്നാൽ കുറച്ചുകൂടെ. സിജോ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. അതേപോലെ കഴിഞ്ഞ 3ാമത്തെ സീസണിൽ മണിക്കുട്ടൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. അതേപോലെ സിബിന് പുറത്തു പോയതല്ലേ, തിരിച്ചു കൊണ്ടുവരണം. കോടതി കയറി ബിഗ് ബോസ് കോടതി നിർത്തിവെക്കുമോ അതോ ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമോ? കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ബിഗ് ബോസ് ജനപ്രിയമെന്ന് ഒരു വിഭാഗം, ഒട്ടും കൾച്ചറല്ലെന്ന് മറ്റൊരു വിഭാഗം. ജനം വിലയിരുത്തട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.